എല്ലാവർക്കും നമസ്കാരം. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന സബ്ജക്റ്റിലെ 5ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കഴിഞ്ഞ 4 ക്ലാസ്സിനകത്ത് 3 ക്ലാസ് സൈക്രോമെട്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 4ാമത്തെ ക്ലാസ്സിൽ എയർ കണ്ടീഷനിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിനകത്ത് വരുന്ന കംഫേർട്ട് കണ്ടീഷൻ, എഫക്റ്റീവ് ടെമ്പറേച്ചർ, അതിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്, അതെങ്ങനെയൊക്കെയാണ് അതിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചാണ്. ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്താണ്, അതിന് വേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിനകത്തേക്ക് ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കപ്പ് സയൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താണ്, അത് സൈക്രോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ആ വിധത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പല തരത്തിലുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റംസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എയർ കണ്ടീഷനിങ് സിസ്റ്റം, ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഏതൊക്കെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അതിൻ്റെ പേര് എന്തൊക്കെയാണ്, അതിൻ്റെ പേരുകൾ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എയർ കണ്ടീഷനിങ് 3 ക്രൈറ്റീരിയ വെച്ചിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ, അക്കോർഡിംഗ് ടു ദ പർപ്പസ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എയർ കണ്ടീഷനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. നമ്മുടെ പർപ്പസിനനുസരിച്ച് എയർ കണ്ടീഷനിങ്ങിനെ ക്ലാസിഫൈ ചെയ്യുന്നത് കംഫേർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം, ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം, ഇങ്ങനെ രണ്ടായിട്ടാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, പർപ്പസിനനുസരിച്ച് കംഫേർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം ആൻഡ് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം. പിന്നെ അക്കോർഡിംഗ് ടു ദ സീസൺ ഓഫ് ദ ഇയർ, അതായത് നമ്മൾ ഏത് സമയത്താണ് AC വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച്. ചില സ്ഥലങ്ങളുണ്ടാവും അവിടെ ചൂട് മാത്രമേ ഉണ്ടാവുള്ളൂ ഭൂരിഭാഗ സമയം. ചില സ്ഥലങ്ങളുണ്ടാവും അത് തണുപ്പായിരിക്കും അവിടെ ഭൂരിഭാഗ സമയത്തും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തെ കാലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ സീസൺ അനുസരിച്ച് നമുക്ക് AC-നെ ഡിസൈൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ഡിസൈൻ ചെയ്ത AC-കളെയൊക്കെ നമ്മൾ ഓരോരോ പേരിലാണ് വിളിക്കുന്നത്. അപ്പോൾ അത് ഓരോരോ കാലാവസ്ഥ അവിടുത്തെ സീസണിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ആ AC-നെ വിളിക്കുന്ന പേരുകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അത് ആ ക്ലാസിഫിക്കേഷനകത്ത് 3 ടൈപ്പ് വരുന്നുണ്ട്. അതിലൊന്ന് വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്, രണ്ടാമത്തത് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്, മൂന്നാമത്തത് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. പേര് പറയും പോലെ തന്നെ വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം അത് വിൻ്ററിൽ തണുപ്പ് കാലത്ത് യൂസ് ചെയ്യാനുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം അഥവാ അത് ചൂടുകാലത്ത് ഉപയോഗിക്കാനുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ചൂടുകാലവും തണുപ്പ് കാലവും ഒക്കെ മിക്സായിട്ട് വരുന്ന സ്ഥലങ്ങളുണ്ടാവും. അവിടെ ചൂടുകാലത്തേക്കും തണുപ്പ് കാലത്തേക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സെറ്റപ്പ് ഒരൊറ്റ എയർ കണ്ടീഷൻ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയാം. അതായത് ഒരു കൊല്ലം ഫുള്ളായിട്ട്, അത് കാലാവസ്ഥ ഏത് രീതിയിൽ മാറിക്കഴിഞ്ഞാലും ഏത് ടൈപ്പ് സീസൺ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ആ സെയിം മെഷീൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്ലൈമാറ്റിനനുസരിച്ചുള്ള എയർ കണ്ടീഷനിങ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. പിന്നെ അക്കോർഡിംഗ് ടു ദ അറേഞ്ച്മെൻറ്റ് ഓഫ് എക്യുപ്മെൻറ്റിനനുസരിച്ച് യൂണിറ്ററി എയർ കണ്ടീഷനിങ് സിസ്റ്റം, സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം, അതുപോലെ കോമ്പിനേഷൻ സിസ്റ്റം. അപ്പോൾ ഇത്രയുമാണ് എയർ കണ്ടീഷനിങ്ങിൻ്റെ പ്രധാനമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻസിൻ്റെ ഈ പേരുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഇത് 6 മാർക്കിനൊക്കെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഈ ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ള അതിൻ്റെ പേര് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അതിനകത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൽ കുറച്ച് ടൈപ്പ് AC-കളുടെ അതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് വിത്ത് ഫിഗർ നിങ്ങൾ പരീക്ഷയ്ക്ക് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിഗർ ഉൾപ്പെടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ
നമ്മുടെ പർപ്പസിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനകത്തായിരുന്നു ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റവും കംഫർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റവും വന്നിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ്ങും കംഫർട്ട് എയർ കണ്ടീഷനിങ്ങും അതിനെക്കുറിച്ച് കുറച്ച് തിയറി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് അതിന് ഒരു പ്രത്യേക ഫിഗറോ വർക്കിങ്ങോ ഒന്നും പറയാനില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലേക്ക് പോവാം. അപ്പോൾ അതിനകത്ത് എന്താണ് പറയുന്നത്, അതായത് എയർ കണ്ടീഷനിങ് സിസ്റ്റം അത് ഇൻഡസ്ട്രികളിൽ പല ടൈപ്പിലുള്ള ടെക്സ്റ്റൈലാണെങ്കിലും അതുപോലെ തന്നെ മെഡിസിൻ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മെഷീൻസ് വർക്ക് ചെയ്യിപ്പിക്കേണ്ട സ്ഥലങ്ങളിലാണെങ്കിലും ഇപ്പോൾ ഇലക്ട്രോണിക് അങ്ങനെയുള്ള എക്യുപ്മെൻറ്റുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിലും അതൊക്കെ നമുക്ക് ഒരു മാസമായിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഉൽപ്പാദനം നടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇൻഡസ്ട്രി എന്നുള്ള പേരിട്ട് വിളിക്കാമെങ്കിൽ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമുക്ക് ഒരു പ്രത്യേക ടെമ്പറേച്ചർ അല്ലെങ്കിൽ എയറിനെ ഒരു പ്രത്യേക കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പല ഇൻഡസ്ട്രികളിലും അവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും, അതായത് എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട പല ഇൻഡസ്ട്രികളും ഉണ്ട്. അല്ലെങ്കിൽ പല മെഷീനുകളുടെയും പ്രോപ്പർ വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രത്യേക വാല്യൂവിലുള്ള ഡ്രൈ ബൾബ് ടെമ്പറേച്ചറോ ഹ്യൂമിഡിറ്റിയോ നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ട ആവശ്യങ്ങളുണ്ടാവും. അങ്ങനെ ഒരു പർട്ടിക്കുലർ അതായത് നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ എന്താണ്, സൈക്രോമെട്രിക് ടേംസ് ആണ് അല്ലേ, അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും. അപ്പം നമ്മൾ ഒരു സൈക്രോമെട്രിക് പ്രോസസ്സുകൾ നമ്മൾ പല ടൈപ്പുള്ള പ്രോസസ്സുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും സൈക്രോമെട്രിക് പ്രോസസ്സുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ആ റിക്വയേർഡ് സൈക്രോമെട്രിക് കണ്ടീഷൻ അല്ലെങ്കിൽ ആ റിക്വയർഡ് എയറിൻ്റെ കണ്ടീഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആണ് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം. അതായത് അത് ഇൻഡസ്ട്രിക്കകത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ബാക്കി എല്ലായിടത്തും നമ്മൾ സൈക്രോമെട്രിക് പ്രോസസ്സ് തന്നെയാണ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇൻഡസ്ട്രിയൽ AC എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. അപ്പോൾ എക്സാമ്പിളായിട്ട് താഴെ ആ പച്ചയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റൈൽ മിൽ, പേപ്പർ മിൽ, മെഷീൻ പാർട്സ് മാനുഫാക്ചറിങ് പ്ലാന്റ്സ്, ടൂൾ റൂംസ്, അതുപോലെ ഫോട്ടോ പ്രോസസ്സിങ് പ്ലാന്റ്സ്. ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമുക്ക് എന്തുണ്ട്, എയർ കണ്ടീഷനിങ് ആവശ്യമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം. അടുത്തതായിട്ട് പറയുന്നത് കംഫർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. കംഫർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഈ കംഫർട്ട് എന്താണ്, ഹ്യൂമൻ കംഫർട്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് സോഷ്യൽ ആൻഡ് ഫിസിക്കലായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കണ്ടീഷൻ, അതാണ് നമ്മൾ കംഫർട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതിന് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോഡിയിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഉണ്ടാക്കുന്ന ഹീറ്റുകൾ നമുക്ക് ബോഡിക്ക് വർക്കിംഗ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോഡിയിലുള്ള അവയവങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഒരു 35 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മാത്രമേ ബോഡിക്ക് ആവശ്യമുള്ളൂ. അതിൽ കുറഞ്ഞാൽ അത് കൂട്ടിയെടുക്കാനുള്ള പരിപാടികൾ ബോഡിക്ക് അറിയാം. അത് കൂടിക്കഴിഞ്ഞാലും, അതായത് നമ്മൾ ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ഓരോരോ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ബോഡി ടെമ്പറേച്ചർ കൂടുകയും ആ ബോഡി ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസിൽ കൂടിക്കഴിഞ്ഞാൽ ബോഡിക്ക് അത് വിപരീതമായിട്ട് ബാധിക്കും ബോഡിയുടെ ഫങ്ഷനിങ്ങിനെ. അപ്പോൾ ബോഡിക്ക് എന്ത് ചെയ്യണം, ആ അധികമായിട്ട് വരുന്ന ഹീറ്റിനെ പുറന്തള്ളിയേ പറ്റുള്ളൂ. അത് ബോഡിക്ക് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, അധികമായിട്ടുള്ള ഹീറ്റിനെ പുറന്തള്ളുക എന്നുള്ളത്. അപ്പോൾ ആ അധികമായിട്ടുള്ള ഹീറ്റിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ബോഡി ഒരുപാട് സ്ട്രെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ അധികമായിട്ടുള്ള ഹീറ്റിനെ ബോഡിക്ക് ഈസി ആയിട്ട് പുറത്തേക്ക് വിടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക് ഡിസ്കംഫേർട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അധികമായിട്ടുള്ള ഹീറ്റിനെ ബോഡിക്ക് ഈസി ആയിട്ട് പുറന്തള്ളാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ അറ്റ്മോസ്ഫിയറിനെ നിങ്ങളുടെ ശരീരത്തിൽ അധികമായിട്ടുള്ള ചൂടിനെ ഈസി ആയിട്ട് വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിനെ നിങ്ങൾക്ക് ആ ഒരു കംഫേർട്ട് അറ്റ്മോസ്ഫിയർ എന്ന് പറയാം. അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ഒരു കംഫേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് കംഫേർട്ട് എപ്പോൾ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബോഡിയിൽ അമിതമായിട്ടുണ്ടാകുന്ന ഹീറ്റിനെ ബോഡിക്ക് ഒരു പ്രത്യേക എഫേർട്ട് ഇല്ലാതെ ആ ഹീറ്റിനെ പുറത്ത് വിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനെയാണ് നമ്മൾ കംഫേർട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്.
ഓക്കെ. അതല്ല, നിങ്ങൾക്ക് ആ ബോഡിക്ക് അതെന്ത് ചെയ്യാനില്ല, ആ അമിതമായിട്ട് വരുന്ന ഹീറ്റിനെ പുറന്തള്ളാൻ പറ്റുന്നില്ല. അതായത് അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഹ്യൂമിഡിറ്റി കൂടുന്ന അവസ്ഥയൊക്കെ പറഞ്ഞത് അല്ലേ, മഴക്കാറ് വരുന്ന സമയത്ത്. അതായത് ചൂട് കാലത്ത് പെട്ടെന്ന് മഴക്കാറ് വന്നിട്ട് മഴ പെയ്യാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന അമിതമായിട്ട് വരുന്ന ആ ഒരു വിങ്ങൽ അല്ലേ, നിങ്ങളുടെ ശരീരത്തിൽ വിയർക്കുന്നുണ്ടെങ്കിൽ ഇവാപ്പറേഷൻ നടക്കാത്ത ഒരവസ്ഥ അല്ലേ. ഇവാപ്പറേഷൻ നടന്നാലേ നിങ്ങളെ ബോഡിയിലുള്ള ഹീറ്റിനെ പുറത്ത് വിടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പറ്റാതിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നത്. അതാണ് ആ മഴക്കാറൊക്കെ വന്ന് പോകുന്ന സമയത്ത് വരുന്ന ഒരു 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 വല്ലാത്തൊരു വീർപ്പുമുട്ടൽ, ഒരു വിമ്മിഷ്ടം. ഓക്കെ. അപ്പോൾ ആ ഒരവസ്ഥ ഇല്ലാതാക്കാൻ ഉള്ള ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം, അതാണ് കംഫേർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. അപ്പോൾ കംഫേർട്ട് എന്നുള്ള പേര് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ്, ബോഡിയിൽ ഉണ്ടാകുന്ന അഡീഷണൽ ആവശ്യമില്ലാത്ത ഹീറ്റിനെ എന്ത് ചെയ്യണം, ഈസി ആയിട്ട് പുറന്തള്ളാൻ പറ്റണം. അതിനുള്ള സിസ്റ്റമാണ് എന്ത്, കംഫേർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം, വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ആൻഡ് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം, പിന്നെ ഒരു സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റവും പിന്നെ ഒരു വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റവും. അപ്പോൾ ഇത്രയും ഒരു 5 സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ളത്. ഈ 5 എണ്ണത്തിനും ഫിഗർ ഉണ്ട്. ആ ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. ആ ഫിഗർ വെച്ചിട്ട് അതിൻ്റെ പാർട്സുകളൊക്കെ അടയാളപ്പെടുത്താൻ പഠിക്കണം. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞു സീസൺ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു സമ്മർ AC, വിൻ്റർ AC, അതുപോലെ ഇയർ റൗണ്ട് AC. ഓക്കെ. ചൂടുകാലത്ത് ഉപയോഗിക്കാൻ സമ്മർ AC, തണുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ വിൻ്റർ AC, അതുപോലെ തന്നെ വർഷം മുഴുവനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഏത് കാലങ്ങൾ വന്നാലും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇയർ റൗണ്ട് AC. അപ്പോൾ ഈ 3 എയർ കണ്ടീഷനിങ്ങിൻ്റെ ഫിഗറുകളും ഓൾമോസ്റ്റ് എന്താണ്, സിമിലർ ആയിട്ടാണ് ഉള്ളത്. അതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അത് കമ്പയർ ചെയ്തിട്ട് പഠിച്ചാൽ മതി. ഒരെണ്ണം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി 2 എണ്ണത്തിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മളിന്ന് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു ഫിഗർ നോക്കുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ട്. ഈ ഒരു ഫിഗർ നോക്കുക. അടുത്തതായിട്ട് നോക്കിയാൽ കാണാം ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ഫിഗർ ആണെങ്കിലും ആദ്യമായിട്ട് ഒരാൾ കാണുന്ന പോലെ അല്ലെങ്കിൽ അയാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അല്ലേ. ചില വ്യത്യാസങ്ങൾ മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. ആ വ്യത്യാസങ്ങൾക്ക് അതായത് എന്തൊക്കെ പാർട്സാണോ അഡീഷണലായിട്ട് വന്നത്, എന്തൊക്കെ പാർട്സാണോ ഇല്ലാതായി പോയത്, ആ ഇല്ലാതായി പോയതിനും അഡീഷണലായി വന്നതിനും ഒക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും കാരണങ്ങളും ഉണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടത്. പിന്നെ ഈ ഒരു സ്ട്രക്ചർ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു സമ്മർ AC എന്ന് പറഞ്ഞാൽ എന്താണ്, ചൂട് കാലത്ത് ഉപയോഗിക്കുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചൂടുകാലത്ത് ഉപയോഗിക്കുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റം ആണെങ്കിൽ അവിടെ ഏത് സൈക്രോമെട്രിക് പ്രോസസ്സാണ് നമുക്ക് നടത്തേണ്ടത്, ആദ്യത്തെ കാര്യം. അപ്പോൾ നമുക്ക് അറിയാം ചൂടുകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ വളരെ കൂടുതലുള്ള കാലമാണ് അല്ലേ. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടുതലുള്ള കാലത്തിനെയാണ് നമ്മൾ ചൂടുകാലം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലുള്ള ഹീറ്റ് അല്ലേ, ബോഡിയിൽ അമിതമായിട്ടുണ്ടാകുന്ന ഹീറ്റിനെ ബോഡിക്ക് ഈസി ആയിട്ട് പുറന്തള്ളാൻ പറ്റുന്നില്ല. അതിനുള്ള കാരണം എന്താണ്, നിങ്ങളുടെ ബോഡി ഹീറ്റ് 35 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 35ലും കൂടുതൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്, കൺവെക്ഷൻ വഴിയും റേഡിയേഷൻ വഴിയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നില്ല. അത് ഇവാപ്പറേഷൻ വഴിയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവാപ്പറേഷൻ നടക്കുള്ളൂ. ഹ്യൂമിഡിറ്റി ഒക്കെ അതിന് പാകത്തിൽ നിന്നെങ്കിൽ മാത്രമേ ഇവാപ്പറേഷൻ നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ്, ബോഡിയിലുള്ള ഹീറ്റിനെ ഈസി ആയിട്ട് പുറത്തേക്ക് വിടാൻ പറ്റില്ല, കാരണം സറൗണ്ടിങ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്തിനെയാണ് നമ്മൾ ചൂടുകാലം, സമ്മർ എന്ന് പറയുന്നത് അല്ലേ, ആ ഒരു സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഈ ഒരു സമ്മർ എന്നുള്ളൊരു കാലാവസ്ഥയിൽ എയറിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ആദ്യം അറിയണം അല്ലേ. സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനകത്ത് എയറിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും? അവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അതെന്തായിരിക്കും?
വളരെ കൂടുതലായിരിക്കും. എക്സാമ്പിൾ ഒരു 38 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഉണ്ടാവും. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 5 അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്ര ഉണ്ടാവും? അതും കൂടുതലായിരിക്കും, ഒരു 75-80%, അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കൊക്കെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ടാവും. കാരണം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിലുള്ള ഈ വാട്ടറിൻ്റെ കണ്ടൻറ്റൊക്കെ ആ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിനകത്തുള്ള ഹീറ്റിനെ വലിച്ചെടുത്തിട്ട് എന്തായി മാറും? വേപ്പറായിട്ട് മാറും. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടും അന്തരീക്ഷത്തിൽ. അപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? വാട്ടർ കണ്ടൻറ്റ് അന്തരീക്ഷത്തിൽ ഉണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റിയും കൂടി വരും. അപ്പോൾ ഈ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. അപ്പോൾ ഇത് രണ്ടും കൂടുതലായിരിക്കും എവിടെ നമ്മുടെ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനകത്ത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ നടക്കണം? നമുക്ക് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കംഫർട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കുറയണം, അതുപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും കുറയണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം എത്രയാണ്, ഒരു 18 to 21, 22 വരെയൊക്കെയുള്ള ടെമ്പറേച്ചർ, അല്ലേ? അല്ലെങ്കിൽ ഒരു 26 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് നമുക്ക് കംഫർട്ടായിട്ടുള്ള ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഈ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനെ കുറച്ചിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ടെമ്പറേച്ചർ 26 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 26 ഡിഗ്രി സെൽഷ്യസിലേക്ക് അതിനെന്ത് ചെയ്യണം? കുറച്ച് കൊണ്ടുവരണം. ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് എന്തായിട്ടുള്ളത്? കംഫർട്ടായിട്ടുള്ളത്. അത് നമ്മൾ കംഫർട്ട് ചാർട്ടൊക്കെ വെച്ചിട്ട് കണ്ടുപിടിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം? ചൂട് കാലത്ത് അധികമായിട്ട് ഉണ്ടാകുന്ന അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ, അതായത് അവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, അതിനെ കുറയ്ക്കണം. അപ്പോൾ എന്ത് വേണം? കൂളിംഗ് വേണം. ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് 38 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 26 ഡിഗ്രി സെൽഷ്യസിലേക്ക് കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഹൈ ടെമ്പറേച്ചറിന് ലോ ടെമ്പറേച്ചറിലേക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനെ കുറയ്ക്കുന്ന പ്രോസസ്സിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണെന്ത്? സെൻസിബിൾ കൂളിംഗ്. ഓക്കെ, അതുപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒരു 80% നിന്ന് 50%ലേക്ക് കുറയ്ക്കുക, അതായത് ഹ്യൂമിഡിറ്റി കുറയ്ക്കുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഡീഹ്യൂമിഡിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കുറയ്ക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? സെൻസിബിൾ കൂളിംഗ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ എന്ത് വിളിക്കാം? ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് വിളിക്കാം. സെൻസിബിൾ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അപ്പോൾ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ഏത് സൈക്രോമെട്രിക് പ്രോസസ്സാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. ഈ ഒരു പ്രോസസ്സാണ് നമുക്ക് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ നടക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു എക്യുപ്മെൻ്റാണ് ഈ ഫിഗറിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫിഗറിലുള്ള പാർട്സ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾ നോക്കുക, അതായത് ഇതാണ് മൊത്തത്തിലുള്ളൊരു സിസ്റ്റം. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കാണുന്നത്, ഏറ്റവും പുറത്തു കൂടെ കാണുന്നത് ഇതിൻ്റെ ഒരു ഔട്ടർ ബോർഡറാണ്, അല്ലേ? ഒരു സിസ്റ്റത്തിൻ്റെ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? മൊത്തം ഒരു ബോർഡറാണ്, അല്ലേ? അപ്പോൾ അതിനകത്തൂടെ നടുവിൽ ഇവിടെ ഇങ്ങനെ ഒരു ഷീൽഡ് ഉണ്ട്. ഓക്കെ, ഇതെന്താണ്? ഇതൊരു പ്രത്യേകിച്ചൊരു പാർട്ടല്ല, ഇതൊരു മറയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെക്കൂടിയും മേലെക്കൂടിയും പാസേജ് ഉണ്ട്, അല്ലേ? അതിൻ്റെ താഴെക്കൂടിയും മേലെക്കൂടിയും പാസേജ് ഉണ്ട്. ഇതൊരു ക്ലോസ്ഡ് സ്പേസ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഷീൽഡ് വെച്ചിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷീൽഡിൻ്റെ മേലെ ഭാഗത്തും താഴെ ഭാഗത്തുമായിട്ട് എന്തുണ്ട്? പാസേജുകളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നിങ്ങളുടെ റൂം എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്. ഞാൻ മഞ്ഞ കളറിൽ അടയാളപ്പെടുത്തുന്ന ഈ ഭാഗമാണ് നിങ്ങളുടെ റൂം. അപ്പോൾ ഇതിനകത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. അതിനെ നമ്മളവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ത്? കണ്ടീഷൻഡ് സ്പേസ്, അതായത് കണ്ടീഷൻ ചെയ്യുന്ന സ്പേസ്, അതായത് നിങ്ങളുടെ റൂം. ഓക്കെ, റൂമാണ് ആ കാണുന്നത്. ഈ റൂമിനകത്തുനിന്ന് എന്ത് വരും? റൂമിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എയർ എന്ന് പറഞ്ഞത് ഇതുവഴി എയർ ഇങ്ങനെ വരുന്നുണ്ട്. റൂമിലേക്ക് എയർ വരുന്ന വഴി ഇതാണ്. അപ്പോൾ കണ്ടീഷൻഡ് സ്പേസിലേക്ക്, ഇത് നമ്മൾ പറഞ്ഞു ചൂടുകാലത്തുള്ള എ സിയാണ്, സമ്മർ എ സിയാണ്. അപ്പോൾ അവിടെ കണ്ടീഷൻഡ് സ്പേസിലേക്ക് എന്ത് വേണം? നിങ്ങളുടെ 38 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് 26 ആക്കണം. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. 38 ഡിഗ്രി 26 ആക്കുക എന്ന് പറഞ്ഞാൽ കൂൾ ചെയ്യണം, അല്ലേ? എയറിനെ കൂൾ ചെയ്യണം. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കുറയ്ക്കണം. അപ്പോൾ ഡീഹ്യൂമിഡിഫൈ ചെയ്ത കൂൾ ചെയ്ത എയറാണ് ഈ നീല കളറിൽ കണ്ടീഷൻഡ് സ്പേസിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ കണ്ടീഷൻഡ് സ്പേസിൽ നിങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങളെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബോഡിയിൽ നിന്ന് ടെമ്പറേച്ചർ പുറത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ റൂമിലുള്ള വേറെ എന്തെങ്കിലും ഉപകരണങ്ങൾ
അതിനകത്തു നിന്നുള്ള ടെമ്പറേച്ചർ പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി റൂമിനകത്ത് ജനൽ, വാതിൽ, ഇതിനകത്തൊക്കെ സൂര്യപ്രകാശമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതുവഴി റൂമിൽ കുറേ ഹീറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോൾഡ് എയർ വരുന്നുണ്ട്, പക്ഷേ റൂമിൽ അപ്പോഴും ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ആ റൂമിലേക്ക് ഈ കോൾഡ് എയർ വന്നതിന് ശേഷം ബാക്കിയുള്ള ഹീറ്റ് വന്ന് എന്താണ് അഡീഷണലായിട്ട് ഉണ്ടായ ഹീറ്റിനൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, റീസർക്കുലേറ്റഡ് എയർ അല്ലേ, അതായത് റൂമിനെ തണുപ്പിച്ചതിന് ശേഷം എയർ വീണ്ടും എങ്ങോട്ടേക്ക് പോവാണ്, തിരിച്ച് എ സിയിലകത്തേക്ക് തന്നെ പോവാണ്. അതാണ് റീസർക്കുലേറ്റഡ് എയർ എന്ന് പറയുന്നത്. അപ്പോൾ റീസർക്കുലേറ്റഡ് എയർ വരുന്ന ആ ഒരു പാസേജ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. റീസർക്കുലേറ്റഡ് എയർ ഇങ്ങനെ വരും. ഞാൻ പറഞ്ഞു ഔട്ട്സൈഡ് എയർ റൂമിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു വാതിൽ തുറന്ന് റൂമിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ജനൽ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എയർ ഹോൾസോ വെന്റിലേഷനോ അങ്ങനെ എന്തെങ്കിലും പാർട്സുകൾ ഉണ്ടെങ്കിൽ അതിലൂടെയൊക്കെ എന്ത് ചെയ്യും, ഔട്ട്സൈഡ് എയർ റൂമിനകത്തേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഔട്ട്സൈഡ് എയർ കയറിയാലുള്ള സൈക്രോമെട്രിക് പ്രോസസ്സ്, മിക്സിംഗ് ഓഫ് എയർ സ്ട്രീംസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ഔട്ട്സൈഡ് എയർ ആണ് നമ്മളിതാ ഇതിൽ കൂടെ കയറി വരുന്നത്. അത് ഞാൻ റെഡ് കളറിൽ കാണിക്കുന്നുണ്ട്. ഇതുവഴി ആര് കയറി വരും, ഔട്ട്സൈഡ് എയർ കയറി വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെയായിട്ട് കുറച്ച് ഡാമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. അത് ആ എയറിൻ്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യാനുള്ള സാധനങ്ങളാണ് ഡാമ്പർ. ഓക്കെ, ഞാൻ മഞ്ഞ കളറിൽ കാണിച്ച ഈ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഇതാണെന്ത്, ഡാമ്പർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡാമ്പറിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ഔട്ട്സൈഡ് എയറും റൂമിനകത്തുനിന്ന് വരുന്ന റീസർക്കുലേറ്റഡ് എയറും കൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു സ്പേസിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നു അല്ലേ. ഈ ഒരു സ്പേസിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ റീസർക്കുലേറ്റഡ് എയറും നമ്മുടെ ഔട്ട്സൈഡ് എയറും കൂടെ എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് അത് അടുത്തൊരു പാർട്ടിലേക്ക് കയറി വരുന്നുണ്ട്. ഈ പാർട്ടിന് ഇവിടെ എഫ് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എഫ് എന്താണ്, എഫ് ഡിനോട്ട്സ് ഫോർ ഫിൽറ്ററാണ്. അപ്പോൾ ഈ എയർ ആദ്യമായിട്ട് കയറുന്നത് എങ്ങോട്ടേക്കാണ്, ഒരു ഫിൽറ്ററിനകത്തേക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എയർ കണ്ടീഷനിങ്ങിനകത്തുള്ള ഹ്യൂമൻ കംഫർട്ടിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ആണ് ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് എയർ കണ്ടീഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, എയർ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അതായത് എയറിനകത്തുള്ള ഫോറിൻ മാറ്റേഴ്സ് അല്ലെങ്കിൽ പൊടിപടലങ്ങൾ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇതിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്തിട്ട് അതൊക്കെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള പ്യുവർ ആയിട്ടുള്ള എയറിനെ മാത്രം ഉള്ളിലേക്ക് എടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫിൽറ്ററിൻ്റെ യൂസിങ് എല്ലാവർക്കും അറിയാവുന്നതാണ്. സാധാരണ എന്താണോ ഫിൽറ്റർ ചെയ്യുന്നത് അത് തന്നെ ഇത് എയറിനെ ഫിൽറ്റർ ചെയ്യും. എയറിനകത്തുള്ള പൊടിപടലങ്ങൾ എന്ത് ചെയ്യും, അതിനകത്ത് ഫിൽറ്റർ ചെയ്തിട്ട് പ്യുവർ ആയിട്ടുള്ള എയർ മാത്രമാണ് അകത്തേക്ക് കയറി വരിക. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എയർ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഫിൽറ്റർ ചെയ്ത എയർ അകത്തേക്ക് കയറി വരുന്നു. അടുത്തതായിട്ട് ഇവിടെ ഒരു കോയിൽ നിങ്ങൾക്ക് കാണാം അല്ലേ. ഇവിടെ ഒരു കോയിൽ നിങ്ങൾക്ക് കാണാം. ഈ കോയിലിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഈ കോയിലാണ് കൂളിംഗ് കോയിൽ എന്ന് പറയുന്നത്. CC എന്ന് കാണാം, അതെന്താണ്, കൂളിംഗ് കോയിലാണ്, കൂളിംഗ് കോയിൽ. അപ്പോൾ കൂളിംഗ് കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോയിലിൽ ഒരു ട്യൂബാണ്. ആ ട്യൂബിനകത്തൂടെ കോൾഡ് വാട്ടർ അല്ലേ, അതായത് തണുത്ത് ലിക്വിഡ് അതിനകത്തൂടെ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. വളരെ തണുത്ത ലിക്വിഡ്, വളരെ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, അതായത് നമ്മളെ റിക്വയർഡ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എത്രയാണോ, അതായത് നമുക്കിപ്പോൾ ഉദ്ദേശം 26 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാക്കാനാണെങ്കിൽ 26 ഡിഗ്രി സെൽഷ്യസിനേക്കാളും താഴെയുള്ള ടെമ്പറേച്ചർ, അതാണ് എന്ത്, നമ്മുടെ കോയിൽ ടെമ്പറേച്ചർ. ബൈപ്പാസ് ഫാക്ടർ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൂളിങ്ങിൻ്റെ സമയത്ത്, സെൻസിബിൾ കൂളിങ്ങിൻ്റെ സമയത്ത് കോയിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഔട്ട്പുട്ട് ടെമ്പറേച്ചറിനേക്കാളും വളരെ കുറവായിരിക്കും കോയിൽ ടെമ്പറേച്ചർ അല്ലേ. TD2 കുറവായിരിക്കും TD3 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വരുന്ന എയർ, നമ്മളിപ്പോൾ ഈ അകത്തേക്ക് വന്ന എയർ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെങ്കിൽ 35 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ 26 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് നമുക്ക് കുറയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് 26-നേക്കാളും വളരെ കുറവ്, അതായത് ഒരു 15 ഡിഗ്രി സെൽഷ്യസ്, എക്സാമ്പിൾ പറയാം, ഒരു 15 ഡിഗ്രി സെൽഷ്യസിലുള്ള കൂളിംഗ് വാട്ടർ ആയിരിക്കും ഈ കൂളിംഗ് കോയിലിൻ്റെ അകത്തുകൂടെ എന്ത് ചെയ്യുക, ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കൂളിംഗ് കോയിലിൻ്റെ മേലെ കൂടെ നമ്മളെ ഈ ഹോട്ട് എയർ പാസ് ചെയ്യുന്നു. ആ പാസ് ചെയ്യുന്ന നേരം എന്ത് സംഭവിക്കും, പാസ് ചെയ്യുന്ന സമയത്ത്
ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഹീറ്റ് ട്രാൻസ്ഫർ ഹയർ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്തു നിന്ന് ലോവർ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്തേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ഹയർ ടെമ്പറേച്ചർ എയറിനകത്തു നിന്ന് ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള കൂളിംഗ് കോയിലിനകത്തൂടെയുള്ള ആ ഒരു ഫ്ലൂയിഡിനകത്തേക്ക് എന്ത് ചെയ്യുന്നു? ഹീറ്റ് പാസ് ചെയ്യുന്നു. എയറിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നു. എയറിൻ്റെ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് എന്തും കൂടെ നടക്കും? എയറിൻ്റെ ടെമ്പറേച്ചർ നമ്മുടെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ തുടങ്ങും? തിരിച്ച് വെള്ളമാവാൻ തുടങ്ങും അല്ലേ? വെള്ളമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡ്യൂസ് ഇങ്ങനെ ഫോം ചെയ്യും അല്ലേ? ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറിൻ്റെ താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ധാരാളമായിട്ട് ഡ്യൂസ് ഫോം ചെയ്യും. അതായത് ആ എയറിനകത്തുള്ള വേപ്പർ, അതിൽ ഹൈ ഹ്യൂമിഡിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ വേപ്പർ എന്താണ്? തിരിച്ച് കണ്ടൻസ് ചെയ്തിട്ട് ആ കോയിലിൻ്റെ മേലേക്ക് ഇങ്ങനെ പറ്റിപ്പിടിച്ച സാധനം എന്ത് ചെയ്യും? പറ്റിപ്പിടിച്ച് കുറേ വരുന്ന സമയത്ത് അത് വലിയ വെള്ളത്തുള്ളികളായി മാറും. ആ വെള്ളത്തുള്ളികൾ ഗ്രാവിറ്റി കാരണം താഴേക്ക് വീഴും. ആ താഴേക്ക് വീഴുന്ന വെള്ളത്തുള്ളികൾ നമ്മൾ ഇപ്പുറത്തെ ഒരു ട്രേയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കളക്ട് ചെയ്ത് വെക്കാം. ഇവിടെ ഒരു ട്രേ ഉണ്ട്. ആ ട്രേയിൽ നമുക്ക് ആ വെള്ളത്തിന് എന്ത് ചെയ്യാം? കളക്ട് ചെയ്ത് വെക്കാം. ഇവിടുന്ന് എന്ത് ചെയ്യും? കോയിലിനകത്ത് നിന്ന് ഡീഹ്യൂമിഡിഫിക്കേഷൻ നടന്നിട്ട് വരുന്ന വെള്ളത്തുള്ളികളൊക്കെ എന്ത് ചെയ്യും? നമുക്ക് ഈ ട്രേയിനകത്തേക്ക് എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഓൾറെഡി നമ്മുടെ എയർ തണുത്തു, അതുപോലെ തന്നെ ഡീഹ്യൂമിഡിഫിക്കേഷനും നടന്നു. അതായത് കൂളിങ്ങും ഡീഹ്യൂമിഡിഫിക്കേഷനും നടന്നു. ഒരൊറ്റ കൂളിംഗ് കോയിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം നമുക്കറിയാം കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് നമ്മൾ ചെയ്തതാണ്. ഒരൊറ്റ കൂളിംഗ് കോയിൽ മാത്രം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൂളിങ്ങും ഡീഹ്യൂമിഡിഫിക്കേഷനും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇവിടെ അടുത്തൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? എച്ച് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. അതെന്താണ്? ഹ്യൂമിഡിഫയർ ആണ്. എന്താണ്? ഹ്യൂമിഡിഫയർ എന്താ ചെയ്യുന്നത്? ഹ്യൂമിഡിഫയറിൻ്റെ പാർട്സ് നോക്കുകയാണെങ്കിൽ ഹ്യൂമിഡിഫയർ ഈ ഒരു ടാങ്കിലുള്ള വെള്ളം ഈ താഴേക്കൂടെ വന്നിട്ട് നേരെ ഇവിടെ ഈ കാണുന്ന ഒരു പമ്പാണ്. ഈ പമ്പിനകത്തുനിന്ന് എന്ത് ചെയ്യും? ഈ വെള്ളത്തിനെ പമ്പ് ചെയ്തിട്ട് നേരെ മേലേക്ക് വന്നിട്ട് ഹ്യൂമിഡിഫയർ എന്നുള്ള പാർട്ടിനകത്തേക്ക് ഈ വാട്ടർ ചെന്ന് കയറും. അതായത് ഇതിനകത്തുള്ള വാട്ടറാണ് ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ട് എവിടെ എത്തുന്നത്? ഹ്യൂമിഡിഫയറിലെത്തുന്നത്. ആ ഹ്യൂമിഡിഫയറിൽ നിന്ന് സ്പ്രേ ആയിട്ട് ഈ വാട്ടർ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് വിടുകയാണ്. പക്ഷേ ഇത് ഒരു സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ നിർബന്ധമായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു പാർട്ടല്ല. ഇനി ഇത് എപ്പോൾ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂളിംഗ് കോയിലിൻ്റെ മേലെ കൂടെ പാസ് ചെയ്ത് വരുന്ന എയർ, കൂളിംഗ് കോയിലിൻ്റെ മുകളിൽ കൂടെ പാസ് ചെയ്ത് വരുന്ന എയർ, അതിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നു, ഹ്യൂമിഡിറ്റി കുറയുന്നു. അത് രണ്ടും നമ്മൾ പറഞ്ഞു. നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കുക, നമുക്ക് വേണ്ട ടെമ്പറേച്ചർ 26 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. വേണ്ട ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 26 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. നമുക്ക് വേണ്ട റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 50% ആയിരുന്നു. പക്ഷേ ഈ കൂളിംഗ് കോയിലിൻ്റെ മേലെ കൂടെ പാസ് ചെയ്ത് എയർ പുറത്തേക്ക് വന്നപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ടെമ്പറേച്ചർ എത്രയായിപ്പോയി? ഒരു 22 ഡിഗ്രി സെൽഷ്യസ് ആയിപ്പോയി എന്ന് വിചാരിക്കുക. കൂളിംഗ് കോയിലിൻ്റെ മേലെ കൂടെ പാസ് ചെയ്ത് വന്ന എയർ, അതായത് കോൾഡ് എയറിൻ്റെ ടെമ്പറേച്ചർ 22 ഡിഗ്രി സെൽഷ്യസ് ആയിപ്പോയി. അതുപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 50% ആയിരുന്നു നമുക്ക് വേണ്ടത്. പക്ഷേ അത് എത്രയായിപ്പോയി? അതൊരു 40% ആയിപ്പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ അത്രത്തോളം കൂളിംഗ് ആണ് നമുക്ക് ആ കോയിലിനകത്തൂടെ നമ്മൾ പാസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിനെ മേലെ കൂടെ പാസ് ചെയ്ത് തന്ന സമയത്ത് നമ്മുടെ റിക്വയർഡ് എമൗണ്ടിനേക്കാളും കുറഞ്ഞ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയിപ്പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 40% നിന്ന് 50%ലേക്ക് കൂട്ടണം. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് നടക്കണം? ഹ്യൂമിഡിഫിക്കേഷൻ നടക്കണം. ഹ്യൂമിഡിഫിക്കേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ എയറിനകത്തുള്ള വേപ്പറിൻ്റെ അളവ് കൂട്ടുകയാണ്. അങ്ങനെ വേപ്പറിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ എന്ത് വേണം? ഈ വരുന്ന ആ എയറിനകത്തേക്ക് കുറച്ച് എന്ത് ചെയ്യും? വാട്ടറിനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്ത് ചെയ്യും? വാട്ടറിനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് മിക്കവാറും കുറച്ച് ഹോട്ട് വാട്ടറിനെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് തന്നെ ഇവാപ്പറേറ്റ് ചെയ്യും. ഇവാപ്പറേറ്റ് ചെയ്തിട്ട് എത്ര എമൗണ്ട് മാത്രമേ കൊടുക്കുള്ളൂ? നമുക്ക് റിക്വയർഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്തിക്കാൻ, അതായത് 40% എത്തിപ്പോയെങ്കിൽ അതിനെ 50% ആക്കാൻ എത്രത്തോളം വാട്ടറിനെ ഇവാപ്പറേറ്റ് ചെയ്യണോ അത്ര മാത്രം എന്ത് ചെയ്യുക? സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള കണ്ടീഷനിൽ മാത്രം. ഓൾറെഡി 50 ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്ത് കൊടുക്കണ്ട? സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ റിക്വയർഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നത്. നമുക്ക് വേണ്ട റിലേറ്റീവ് ഹ്യൂമിഡിറ്റിനേക്കാളും കുറഞ്ഞു പോയെങ്കിൽ എന്ത്? കൂളിംഗ് കോയിലിൻ്റെ മേലെ കൂടെ പാസ് ചെയ്ത് വരുന്ന എയറിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റീനെ എന്ത് ചെയ്തു? 40% നിന്ന് 50% ആക്കി. നമുക്ക് ഔട്ട്പുട്ട് റൂമിനകത്തേക്ക് വരേണ്ട റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയാണ്?
അതായത് ഈ ഒരു റൂമിനകത്തേക്ക് കിട്ടേണ്ട റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ 50%. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നിങ്ങൾ റൂമിൽ സെറ്റ് ചെയ്ത് വെച്ച 50%, അതുപോലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 26 ഡിഗ്രി സെൽഷ്യസും ആണ്. അപ്പോൾ അത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 50% ഹ്യൂമിഡിഫയറിൽ കൂടെ കയറി പുറത്ത് വന്ന സമയത്ത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത് നോക്കുക. അടുത്തതായിട്ട് ഈ എയർ നേരെ അടുത്തൊരു പാർട്ടുണ്ട്. ഈ ഞാൻ മഞ്ഞയിൽ കാണിച്ച ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ എലിമിനേറ്റർ എന്ന് പറയുന്നത്. എന്താണ്, നമ്മളിപ്പോൾ ഹ്യൂമിഡിഫയർ എച്ച് പറഞ്ഞു, ഇനി പറയുന്നത് എലിമിനേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഇപ്പോൾ കൂളിംഗ് കോയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എയർ അല്ലേ, കൂളിംഗ് കോയിലിൽ നിന്ന് ഫ്ലോ ചെയ്ത് വരുന്ന എയർ, ആ എയറിൻ്റെ മുകളിലേക്ക് നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ ആ വാട്ടറിനകത്ത് ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് വാട്ടർ എന്തായി മാറി, ഇവാപ്പറേറ്റ് ചെയ്തിട്ട് വേപ്പറായിട്ട് മാറി. നമ്മളെ ഹ്യൂമിഡിറ്റി 40% നിന്ന് 50%ലേക്ക് കൂട്ടി. പക്ഷേ 40% നിന്ന് 50%ലേക്ക് കൂട്ടി. പക്ഷേ അതിനകത്ത് ചിലപ്പം കുറേ വാട്ടർ കണ്ടൻറ്റ് വേപ്പർ ആവാതെ വാട്ടർ ഫോമിൽ തന്നെ ആ എയറിനകത്ത് കിടക്കുന്നുണ്ടാവും. ആ ഫ്ലോ ചെയ്ത് വരുന്ന എയറിനകത്ത് എന്ത് ചെയ്യും, വാട്ടർ ആ ഒരു നനവായിട്ട് തന്നെ എയറിനകത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ആ വാട്ടറിനെ, എയറിനകത്ത് കുടുങ്ങി കിടക്കുന്ന ആ വാട്ടറിൻ്റെ കണ്ടൻറ്റിനെ നമ്മൾ ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് വരും, നേരെ നമ്മളെ റൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റൂമിലിരിക്കുകയാണ്. അപ്പോൾ നേരെ നമ്മുടെ മുഖത്തേക്ക് ആ നനവുള്ള എയർ അല്ലെങ്കിൽ വാട്ടർ കണ്ടൻ്റ് ഉള്ള എയർ നമ്മുടെ മുഖത്തേക്ക് വന്നിട്ട് അത് നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവാപ്പറേഷൻ നടക്കാൻ, വേപ്പറിൻ്റെ അളവ് കൂട്ടാൻ മാത്രമേ സ്പ്രേ ഉപയോഗിക്കാവുള്ളൂ. അതിൻ്റെ കൂടെ ആ വെള്ളം എങ്ങോട്ട് വരാൻ പാടില്ല, നമ്മളെ കണ്ടീഷൻഡ് സ്പേസിലേക്ക് ആ വെള്ളം എത്താൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ വെള്ളത്തിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ആ വെള്ളത്തിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എലിമിനേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം യൂസ് ചെയ്യുന്നത്. ഓക്കെ, എലിമിനേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം യൂസ് ചെയ്യുന്നത് എന്തിനാണ്, എയറിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റിനെ റിമൂവ് ചെയ്യാനാണ്. ആ റിമൂവ് ചെയ്ത വാട്ടർ കണ്ടൻറ്റും താഴേക്ക് എന്ത് ചെയ്യും, ആ താഴെ ടാങ്കിലേക്ക് ഒലിച്ച് വന്നിട്ട് അതിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് നിൽക്കും. അത് വീണ്ടും സർക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരും, ഹ്യൂമിഡിഫയറിലേക്ക് തന്നെ സർക്കുലേറ്റ് ചെയ്തിട്ട് എത്തുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് എലിമിനേറ്ററിൻ്റെ ഫംഗ്ഷൻ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താണ്, RH എന്ന് പറയുന്ന അടുത്തൊരു പാർട്ട് നിങ്ങൾക്ക് കാണാം. RH എന്ന് പറയുന്നത് ഇവിടെ ഒരു പാർട്ട് ഉണ്ട്. RH എന്ന് പറഞ്ഞാൽ എന്താണ്, റീഹീറ്റിംഗ് കോയിലാണ്. ഓക്കെ, കൂളിംഗ് കോയിലൊക്കെ പറഞ്ഞാണ് റീഹീറ്റിംഗ് കോയിൽ. RH എന്ന് പറഞ്ഞാൽ എന്താണ്, റീഹീറ്റിംഗ് കോയിൽ. അപ്പോൾ എന്താണ് റീഹീറ്റിംഗ് കോയിൽ? അപ്പോൾ എന്ത് ചെയ്യുക, ഈ എയറിനെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്താണ്, എയറിനെ നമ്മൾ തണുപ്പിച്ചതാണ് അല്ലേ, അതിനെ വീണ്ടും ചൂടാക്കുക. അതിനെയാണ് നമ്മൾ റീഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഓൾറെഡി കൂൾ ചെയ്ത എയറിനെ വീണ്ടും ചൂടാക്കുന്നതിനെയാണ് നമ്മൾ റീഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ റീഹീറ്റിംഗ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്കിപ്പോൾ നിലവിലുള്ള ടെമ്പറേച്ചർ അവസ്ഥ എന്താണ്, നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 50% ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു നേരത്തെ പോലെ നമ്മുടെ ടെമ്പറേച്ചർ അല്ലേ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇപ്പോൾ എത്രയാണ്, അത് കൂളിംഗ് കോയിലിനകത്ത് നിന്ന് കുറഞ്ഞു പോയിട്ടുണ്ട്, 22 ഡിഗ്രി സെൽഷ്യസ് ആയിപ്പോയി. പക്ഷേ നമുക്ക് വേണ്ടത് എത്രയാണ്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് 26 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 22 ഡിഗ്രിയിൽ നിന്ന് 26ലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടണം. ടെമ്പറേച്ചർ കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനേക്ക് എന്ത് ചെയ്യണം, ഹീറ്റ് അതിനകത്തേക്ക് വരണം അല്ലേ. ഹീറ്റ് ഇൻ ടു ദ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ടെമ്പറേച്ചർ കൂടുള്ളൂ. അപ്പോൾ ഹീറ്റിനെ അകത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ കോൾഡ് എയറിനെ ഒരു ഹീറ്റിംഗ് കോയിലിൻ്റെ മേലെ കൂടെ പാസ് ചെയ്യും. ആ ഹീറ്റിംഗ് കോയിൽ എന്ത് ചെയ്യും, 4 ഡിഗ്രി സെൽഷ്യസ് നമ്മളെ റിക്വയർഡ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എത്രയാണോ അത്രയ്ക്കും ആവശ്യമായിട്ടുള്ള ഹീറ്റിനെ ഈ കോൾഡ് എയറിലേക്ക് സപ്ലൈ ചെയ്യും. ആ സപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, നേരെ റൂമിലേക്ക് കണ്ടീഷൻഡ് എയർ ആയിട്ട് റൂമിലേക്ക് സപ്ലൈ ചെയ്ത് വിടും. ആ സപ്ലൈ ചെയ്ത് വിടുന്ന വഴിയിൽ ഇവിടെ ഒരു ഫാനും കൂടെ ഉണ്ട്. ഫാനിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഫാനാണ് ആ റൂമിനകത്തേക്കുള്ള എയറിൻ്റെ ഫ്ലോ ഉണ്ടാക്കുന്നത്. എയറിൻ്റെ ആ ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്, ഈ ഒരു ഫാനാണ്. ഓക്കെ, അപ്പോൾ ഈ ഫാന് കണ്ടീഷൻഡ് സ്പേസിലേക്ക് വിടും. അപ്പോൾ അവസാനമായിട്ട് വന്ന റീഹീറ്റിംഗ് കോയിൽ എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് നമുക്ക് റിക്വയർഡ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, കൂളിംഗ് കോയിലിൻ്റെ മേലെ കൂടെ പാസ് ചെയ്ത എയറിൻ്റെ ടെമ്പറേച്ചർ റിക്വയർഡ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റീഹീറ്റിംഗ് കോയിൽ ഉപയോഗിക്കുന്നത്. അത് അവസാനം ഉപയോഗിക്കുന്നതാണ്, അതായത് വീണ്ടും ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ റീഹീറ്റിംഗ് കോയിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു,
ഈ ഒരു കണ്ടീഷൻഡ് സ്പേസിലേക്ക് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത കണ്ടീഷൻഡ് എയർ, അതായത് ഫിൽറ്റർ വഴി ക്ലീൻ ചെയ്ത എയർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്തേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് എ സിൻ്റെ 4 ഫങ്ഷൻസ് ഇവിടെ നടന്നു അല്ലേ. നമുക്കൊരു ചൂട് കാലത്ത് നമുക്ക് കിട്ടേണ്ട എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ 4 കണ്ടീഷൻ ഈ ഒരു പ്രോസസ്സിൽ നടന്നിട്ടുണ്ട്. ഒന്ന് എന്താണ്, ആദ്യമായിട്ട് നടന്നത് ഫിൽറ്ററിങ് ആണ്. രണ്ടാമത് നടന്നത് കൂളിംഗ് കോയിലിൽ കൂടെ കയറി വന്ന സമയത്ത് അവിടെ കൂളിങ്ങും ഡീഹ്യൂമിഡിഫിക്കേഷനുമാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു? ഫിൽറ്ററിങ് നടന്നു, അതായത് എയറിനെ ക്ലീൻ ചെയ്തു. കൂളിംഗ് നടന്നു, എയറിനെ കൂൾ ചെയ്തു. ഡീഹ്യൂമിഡിഫിക്കേഷൻ നടന്നു, അതായത് എയറിൻ്റെ ഹ്യൂമിഡിറ്റി കുറച്ചു. പിന്നെ ലാസ്റ്റായിട്ട് ഈ ഒരു ഫാനില്ലേ, ആ ഫാൻ എന്ത് ചെയ്തു, അത് എയറിൻ്റെ ആ ഒരു വെലോസിറ്റി അല്ലെങ്കിൽ റൂമിനകത്തോട്ടുള്ള ഒരു എയർ ഫ്ലോ, ഒരു നിശ്ചിത വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫാനും സഹായിക്കും. അപ്പോൾ 4 ഫങ്ഷൻസ് ഈ ഒരു ഒറ്റ ഡിവൈസ് വെച്ചിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. അപ്പോൾ അതിനകത്തുള്ള പാർട്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇത് ഞാൻ പറഞ്ഞു, അടുത്ത നമുക്ക് വിൻ്ററും അത് കഴിഞ്ഞ് ഇയർ റൗണ്ടും പറയാനുണ്ട്. ഈ 3 സാധനങ്ങളും ഏകദേശം ഒരേപോലെ തന്നെയാണ്, ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം എടുത്തിട്ട് ഈ ഒരു സമ്മർ എയർ കണ്ടീഷനിങ്ങിൻ്റെ ഇത് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അടുത്ത 2 എണ്ണത്തിന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാനുള്ളൂ. ഡിഫറൻസ് മാത്രമേ നമുക്ക് പറയേണ്ടതുള്ളൂ. ബാക്കി ചിത്രങ്ങളും അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡിസൈനും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഒരു ബേസിക് സ്ട്രക്ചറാണ് ഇത് വരച്ച് വെച്ചത്. ശരിക്കുള്ള ഡിസൈനൊക്കെ ഓരോ സ്ഥലങ്ങളിലെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. ഓരോരോ കമ്പനിക്ക് അനുസരിച്ച് വേരിയേഷൻസ് ഉണ്ടാവും ഇതിൻ്റെ സ്ഥാനങ്ങളോ കാര്യങ്ങളോ ഒക്കെ. അപ്പോൾ നമ്മൾ ഒരു ബേസിക് സ്ട്രക്ചറായിട്ട് ഇത് പഠിച്ചു വെക്കുക. ഈ ഒരു ചിത്രം കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിച്ചു വെക്കുക. അപ്പോൾ ഇതാണ് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ഫിഗർ. ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കുക, ആ പാർട്സ് അടയാളപ്പെടുത്താൻ പഠിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് എഴുതാനും പഠിക്കുക. അപ്പോൾ അടുത്തതാണ് വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. നോക്കുക, നേരത്തെ ചിത്രത്തിൻ്റെ അതേപോലെ തന്നെയാണ്. എന്താണ് മാറ്റമുള്ളത്? അതായത് വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുക ഏത് സൈക്രോമെട്രിക് പ്രോസസ്സാണ് വേണ്ടി വരിക. നമ്മൾ നേരത്തെ സമ്മർ എയർ കണ്ടീഷനിങ്ങിൽ പറഞ്ഞു എന്ത്, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണ് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ഏത് സൈക്രോമെട്രിക് പ്രോസസ്സാണ് വേണ്ടത്? ഉദാഹരണം പറയുകയാണ്, നിങ്ങൾക്ക് വിൻ്ററിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ TD = നിങ്ങൾക്കുള്ള ടെമ്പറേച്ചർ ഇപ്പോൾ ഒരു 12 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉള്ളത്. നിങ്ങളിപ്പോൾ ഊട്ടിയിൽ അല്ലെ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് നമ്മൾ വിൻ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ. അങ്ങനത്തെ ഒരു സീസണാണ്. അപ്പോൾ 12 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അതുപോലെ അങ്ങനെയുള്ള സ്ഥലത്ത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റീൻ്റെ വാല്യൂ എന്തായിരിക്കും? അതും വളരെ കുറവായിരിക്കും. കാരണം എന്താണ്, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള വേപ്പറൊക്കെ എന്ത് ചെയ്യും, അതിനകത്തുള്ള ഹീറ്റിനെ പുറത്തും തള്ളിയിട്ട് അതിനകത്തുള്ള ഹീറ്റിനെ പുറത്തേക്ക് വിട്ടിട്ട് തിരിച്ച് എന്തായി മാറും, കണ്ടൻസ് ചെയ്തിട്ട് ലിക്വിഡായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ ലിക്വിഡായിട്ട് മാറുമ്പോൾ ഹ്യൂമിഡിറ്റി അതിനനുസരിച്ച് കുറഞ്ഞു വന്നിട്ടുണ്ടാവും. അപ്പോൾ ഹ്യൂമിഡിറ്റി ഏകദേശം ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആണ് 30 ഡിഗ്രി സെൽഷ്യസ് അല്ല 30% ഹ്യൂമിഡിറ്റി ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് ഒരു വിൻ്റർ സീസണിലുള്ള ഒരു എക്സാമ്പിൾ, ഒരു ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റീൻ്റെയും വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് കംഫർട്ടായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 12 ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് ഒരു 22 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്തണം. അപ്പോൾ നമുക്ക് വിൻ്ററിൽ നിങ്ങൾക്ക് ഒരു കംഫർട്ട് കിട്ടുന്ന ടെമ്പറേച്ചർ 22 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 12 ഡിഗ്രി സെൽഷ്യസ് 22 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്തണം. ഓക്കെ, അതുപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമുക്കറിയാം 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റീൻ്റെ കംഫർട്ട് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 30% 50%ത്തിലേക്ക് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, ഉയർത്തണം. അപ്പോൾ നമ്മൾ നോക്കുക, ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നടക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാമത്തെ കാര്യത്തിന് ആവശ്യമായിട്ടുള്ള പ്രോസസ്സ് ഏതാണ്? അങ്ങനെയാണെങ്കിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സെൻസിബിൾ ഹീറ്റിംഗ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്താൽ നമുക്കതിനെ എന്ത് വിളിക്കാം? ഹ്യൂമിഡിഫിക്കേഷൻ.
ഹ്യൂമിഡിഫിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ സെൻസിബിൾ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈക്രോമെട്രിക് പ്രോസസ്സ് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ അല്ലേ? സൈക്രോമെട്രിക് പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ. ആ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്ന സൈക്രോമെട്രിക് പ്രോസസ്സാണ് നമ്മൾ എവിടെ ഉപയോഗിക്കേണ്ടത്? വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൈക്രോമെട്രിക് പ്രോസസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ. ഇത് രണ്ടുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കൂട്ടേണ്ടത്. സെൻസിബിൾ ഹീറ്റും ഹ്യൂമിഡിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വർദ്ധിപ്പിക്കേണ്ടത്. അതിനുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒക്കെ പഴയ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻഡ് സ്പേസ് നമുക്ക് കാണാം, റീസർക്കുലേറ്റഡ് എയർ വരുന്നത് നിങ്ങൾക്ക് കാണാം, റൂമിനകത്തേക്ക് കണ്ടീഷൻഡ് എയർ നിങ്ങൾക്ക് വരുന്നത് കാണാം, റീസർക്കുലേറ്റഡ് എയർ ഇതുവഴി വന്നിട്ട് ഈ ഭാഗത്തേക്ക് എത്തുന്നത് കാണാം, പുറത്തുനിന്നുള്ള എയർ ഇതുവഴി കയറി വന്നിട്ട് ഡാമ്പർ വഴി കയറി ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് മിക്സ് ആവുന്നുണ്ട്. ആ മിക്സ് ആയതിനു ശേഷം ഫിൽറ്ററിനകത്തേക്ക് കയറുന്നു. ഫിൽറ്ററിൻ്റെ ഫംഗ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതിനകത്തുള്ള പൊടിപടലങ്ങളെയൊക്കെ നീക്കം ചെയ്യുക, ഡേർട്ടിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫിൽറ്റർ വഴി കയറി ഈ എയർ അപ്പുറത്തേക്ക് എത്തി, ക്ലീൻ ചെയ്ത എയർ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടത് ഒരു കൂളിംഗ് കോയിലായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നത് എന്താണ്? pH അല്ലേ? ഈ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? pH എന്താ നോക്കുക? എന്താണ്? പ്രീ ഹീറ്റിംഗ് കോയിൽ. എന്താണ്? പ്രീ ഹീറ്റിംഗ് കോയിൽ. നമ്മൾ നേരത്തെ ഒരു ഹീറ്റിംഗ് കോയിൽ കണ്ടിട്ടുണ്ട് ലാസ്റ്റിൽ അല്ലേ? നേരത്തെ സമ്മർ എ സിനകത്ത് അവസാനം ഒരു ഹീറ്റിംഗ് കോയിൽ കണ്ടിട്ടുണ്ട്. അത് റീഹീറ്റിംഗ് കോയിലാണ്, അത് ലാസ്റ്റായിട്ട് ഹീറ്റ് ചെയ്യുന്നത്. അതിന് റീഹീറ്റിംഗ് കോയിൽ എന്ന് പേരിട്ടതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോയിലിനെ പ്രീ ഹീറ്റിംഗ് കോയിൽ എന്ന് പേരിടുന്നത്. അതായത് ആദ്യം തന്നെ ഹീറ്റ് ചെയ്യുന്ന ഹീറ്റിംഗ് കോയിലാണ് പ്രീ ഹീറ്റിംഗ് കോയിൽ. അപ്പോൾ ഒരു ഹീറ്റിംഗ് കോയിലിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഹീറ്റിംഗ് കോയിൽ ഇതിനകത്തൂടി വരുന്ന എയറിൻ്റെ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും അല്ലേ? ഈ എയറിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ഏകദേശം ഒരു ഹൈ ടെമ്പറേച്ചറുള്ള എയർ നമുക്ക് എത്രയാണോ ഔട്ട്പുട്ട് വേണ്ടത് അത്രയും ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു പ്രീ ഹീറ്റിംഗ് കോയിലിൽ വെച്ചിട്ട് നടക്കുന്നത്. ആ ഹീറ്റിംഗ് കോയിലിൻ്റെ മേലെ കൂടെ എയർ പാസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ഒന്നാമത്തെ കാര്യം ഓക്കെയാണ്, നമ്മുടെ സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സ് അവിടെ നടന്നു കഴിഞ്ഞു. ഇനി ആ എയർ അടുത്തതായിട്ട് ചെല്ലുന്നത് എങ്ങോട്ടാണ്? നമുക്കറിയാം ഈ രണ്ടാമത്തെ ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഹ്യൂമിഡിഫയർ ആണ്, അഡയാബാറ്റിക് ഹ്യൂമിഡിഫയർ ആണ്. നിങ്ങൾക്കറിയാം ഈ ടാങ്കിനകത്ത് ഉള്ള വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പമ്പ് വെച്ചിട്ട് ഈ ഹ്യൂമിഡിഫയറിനകത്തേക്ക് കയറ്റിയിട്ട് ഇവിടുന്ന് സ്പ്രേ ചെയ്ത് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഹ്യൂമിഡിഫയർ എന്ന് പറയുന്ന പ്രോസസ്സ് ഈ വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വിൻ്റർ എ സിക്കകത്ത് നമുക്ക് ഹ്യൂമിഡിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സ് അത്യാവശ്യമാണ്. സമ്മറിൽ ഞാൻ പറഞ്ഞു അത് ചിലപ്പോൾ മാത്രമേ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആ ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനകത്ത് നമുക്ക് ഹ്യൂമിഡിഫയർ അത്യാവശ്യമാണ്. ഹ്യൂമിഡിഫയർ എന്ത് ചെയ്യുന്നു? ഈ വാട്ടറിനെ സർക്കുലേറ്റ് ചെയ്തിട്ട് അത് ചിലപ്പോൾ ഒരു ഹോട്ട് വാട്ടറായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ എയർ വരുന്ന ആ സ്പേസിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. സ്പ്രേ ചെയ്ത് മൈന്യൂട്ട് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ആ ഹോട്ട് എയറിലെ, അതായത് ഹീറ്റിംഗ് കോയിലിൻ്റെ മേലെ കൂടെ വരുന്ന എയർ എന്താണ്? ഓൾറെഡി ഹോട്ട് എയർ ആണ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് ഹോട്ട് എയറിനകത്തേക്ക് നമ്മൾ ഈ വെള്ളത്തിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ ആ വെള്ളം പെട്ടെന്ന് തന്നെ ഇവാപ്പറേറ്റ് ചെയ്യും. അവിടെ എന്ത് നടക്കും? ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് നടക്കും. അവിടെ ആ എയറിനകത്തുള്ള വേപ്പറിൻ്റെ അളവ് കൂടും. ഓക്കെ, വേപ്പറിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി 30% ഹ്യൂമിഡിറ്റി ഉള്ളത്, അത് നമുക്ക് 50% കൂട്ടാം. നേരത്തെ ഹീറ്റിംഗ് കോയിലിൽ കയറി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഓൾറെഡി 12% ഉണ്ടായിരുന്ന 12 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 22 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഹ്യൂമിഡിഫയറിലൂടെ കയറുന്ന സമയത്ത് 30% ഉണ്ടായിരുന്ന ഹ്യൂമിഡിറ്റി 50%ലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഹീറ്റിങ്ങും ഹ്യൂമിഡിഫിക്കേഷനും നടക്കുന്നത് നിങ്ങൾ കണ്ടു. അടുത്തതായിട്ട് അത് സെപ്പറേറ്റർ അല്ലെങ്കിൽ എലിമിനേറ്ററിനകത്തേക്ക് കയറുന്നു. എലിമിനേറ്ററിൻ്റെ ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമിഡിഫയറിനകത്ത് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന വെള്ളം അല്ലേ, അത് റൂമിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമിഡിഫയറിനകത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത വാട്ടർ റൂമിലേക്ക് റീസർക്കുലേറ്റ് ചെയ്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ വെള്ളത്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എലിമിനേറ്റർ യൂസ് ചെയ്യുന്നത്.
ഓക്കെ, എലിമിനേറ്റർ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നേരത്തെ അതേപോലെ ഒരു റീഹീറ്റിംഗ് കോയിലുണ്ട്. റീഹീറ്റിംഗ് കോയിലിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അതായത് നമുക്കിപ്പോൾ ഈ വെള്ളമൊക്കെ കൊടുത്തുല്ലേ, ഹ്യൂമിഡിഫയറിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്തേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ എയറിലുള്ള ഹീറ്റിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ വാട്ടർ പാർട്ടിക്കിൾസ് വേപ്പറായിട്ട് മാറിയിട്ടുണ്ടാവുക. അപ്പോൾ ഹീറ്റിംഗ് കോയിലിനകത്തു നിന്ന് കിട്ടിയ ഹീറ്റിൻ്റെ ഒരു ഭാഗം ചിലപ്പോൾ ഈ ഇവാപ്പറേഷന് വേണ്ടിയിട്ട് കൊടുത്തു പോയത് കൊണ്ട് എയറിൻ്റെ ടെമ്പറേച്ചർ റിക്വയർഡ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കുറഞ്ഞു പോവുകയാണെങ്കിൽ ആ കുറഞ്ഞു പോയ ഇപ്പോൾ 22 ഡിഗ്രി സെൽഷ്യസ് ആദ്യം എത്തിച്ചു. അത് പക്ഷേ ഹ്യൂമിഡിഫിക്കേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു 2 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്തു, ഇവാപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ 2 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കുറവ് വന്ന ടെമ്പറേച്ചറിനെ ഇൻക്രീസ് ചെയ്തിട്ട് റിക്വയർഡ് നമ്മളെ കണ്ടീഷൻഡ് സ്പേസിലേക്ക് ഏത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണോ വേണ്ടത് അത് ആ അളവിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവസാനമായിട്ട് ഒരു ഹീറ്റിംഗ് കോയിലൂടെ വെക്കുന്നത്. ആ ഹീറ്റിംഗ് കോയിലിൻ്റെ പേരാണെന്ത്, റീഹീറ്റിംഗ് കോയിൽ. ആ ഹീറ്റിംഗ് കോയിലിൻ്റെ പേരാണെന്ത്, റീഹീറ്റിംഗ് കോയിൽ. അപ്പോൾ റീഹീറ്റിംഗ് കോയിൽ നേരത്തെ കണ്ട ഫിഗറിലാണെങ്കിൽ ഇപ്പോൾ കണ്ട ഫിഗറിലാണെങ്കിലും റീഹീറ്റിംഗ് കോയിലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റൂമിനകത്തേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഏത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണോ റിക്വയർഡ് ആയിട്ടുള്ളത് ആ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിലേക്ക് ആ വരുന്ന എയറിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് റീഹീറ്റിംഗ് കോയിലിൻ്റെ ഫംഗ്ഷൻ. അത് കഴിഞ്ഞിട്ട് ഫാൻ ഉണ്ട്. ഫാനാണ് എന്ത് ചെയ്യുന്നത്, ആ റൂമിനകത്തേക്കുള്ള ആ ഒരു എയറിൻ്റെ വെലോസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു ഫാനാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും റൂമിനകത്തേക്ക് ഈ കണ്ടീഷൻ്റെ എയർ ചെല്ലുന്നു. അത് വീണ്ടും റീസർക്കുലേറ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ പുറത്തുള്ള എയറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് എന്ത്, വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഇതിനകത്ത് നടന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ ആണ്. ഓക്കെ, അടുത്തതായിട്ട് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. എന്താണ് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം? ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ നോക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് നോക്കുക. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം, ഞാൻ മഞ്ഞ കളറിൽ അടയാളപ്പെടുത്താം എന്ത് ഓൾറെഡി ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ചെറിയൊരു മാറ്റം ഈ കണ്ടീഷൻഡ് സ്പേസിന് ഫിഗറിൽ കാണാനുണ്ട്. അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല, നേരത്തെ അതേ ഫിഗർ തന്നെ വരച്ചാലും മതി. കണ്ടീഷൻഡ് സ്പേസിന് ഇങ്ങനെ മറുപടങ്ങളൊന്നും കൊടുത്തോളം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, കണ്ടീഷൻഡ് സ്പേസ് ഉണ്ട്, റീസർക്കുലേറ്റഡ് എയർ ഇതുവഴി വരുന്നുണ്ട്, അറ്റ്മോസ്ഫറിക് എയർ ഇതുവഴി വരുന്നുണ്ട്, ഡാമ്പർ ഉണ്ട്, അത് മിക്സ് ചെയ്തിട്ട് ഇവിടെ വരെ എത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫിൽറ്റർ അല്ലേ, ഫിൽറ്ററിനകത്തേക്ക് കയറിയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതിനൊരു മാറ്റമില്ല. ഓക്കെ, ഇനി ലാസ്റ്റായിട്ട് അവസാനമായിട്ട് നമുക്ക് ഇവിടെ ഒരു ഫാൻ ഉണ്ട്, ഇത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ 5 ഒരു റീഹീറ്റിംഗ് കോയിലുണ്ട്, ഇത് നമ്മൾ കണ്ടതാണ്. പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ അതിനകത്തുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക, ഇതിനകത്ത് ഞാനൊരു പച്ച കളറിൽ കാണിക്കാം, 2 അടയാളപ്പെടുത്തിയ പ്രീ ഹീറ്റർ. നോക്കുക, പ്രീ ഹീറ്റർ. ഈ പ്രീ ഹീറ്റർ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു, വിൻ്റർ എയർ കണ്ടീഷനിങ്ങിൽ ഉപയോഗിച്ച സാധനമായിരുന്നു എന്ത്, പ്രീ ഹീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്പർ 3 എന്താണെന്ന് നോക്കുക. എന്താണ് 3 എന്ന് പറയുന്നത്, കൂളിംഗ് കോയിലാണ്. ഈ കൂളിംഗ് കോയിൽ എവിടെ ഉപയോഗിച്ചതാണ്, അത് സമ്മർ എയർ കണ്ടീഷനിങ്ങിൽ ഉപയോഗിച്ച സാധനമാണ് കൂളിംഗ് കോയിൽ. പിന്നെ നമ്മൾ ഈ പറയുന്ന മൂന്നാമത് പറയുന്ന ഹ്യൂമിഡിഫയർ അല്ലേ, അല്ല ഈ 4 നമ്പർ ഇട്ട ഹ്യൂമിഡിഫയർ, ഇത് നേരത്തെ കണ്ട ഫിഗറിലൊക്കെ ഉള്ള സാധനം തന്നെയാണ്. ഈ ഒരു ഹ്യൂമിഡിഫയർ 5 എന്ന് പറയുന്ന എന്താണ്, റീഹീറ്റിംഗ് കോയിൽ, അതും നേരത്തെ കണ്ടത് തന്നെയാണ്. ഫാനും നേരത്തെ കണ്ടത് തന്നെയാണ്. പിന്നെ ഒരു സൈലൻസർ ഇവിടെ കൊടുക്കുന്നുണ്ട് 7, അത് അതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈലൻസർ. അതിൽ AC-ൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വലുതായിട്ട് സൈലൻസറുമായിട്ട് ബന്ധമില്ല അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ബാക്കിയുള്ള എന്തൊക്കെ വ്യത്യാസങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കാണാം, സമ്മർ എയർ കണ്ടീഷനിങ്ങിൽ ഉണ്ടായിരുന്ന കൂളിംഗ് കോയിലും വിൻ്റർ എയർ കണ്ടീഷനിങ്ങിൽ ഉണ്ടായിരുന്ന ഹീറ്റിംഗ് കോയിലും, അതായത് പ്രീ ഹീറ്റിംഗ് കോയിലും, ഈ രണ്ട് കാര്യങ്ങളിൽ ഏതോ ഒരെണ്ണം മാത്രമേ നേരത്തെ കണ്ട ഓരോ ഫിഗറിലും ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ റീഹീറ്റിംഗ് കോയിൽ വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലും കൂളിംഗ് കോയിൽ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലും കണ്ടതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരൊറ്റ ഫിഗറിൽ എംപ്ലോയ് ചെയ്തു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇയർ റൗണ്ട് AC-യിൽ വന്നിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ കോമൺ ആണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ചിത്രത്തിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, മറ്റേ ചിത്രത്തിനകത്ത് എന്ത് മാറ്റം വരുത്തിയാൽ മതി, ഹ്യൂമിഡിഫയർ എത്തുന്നതിന് മുമ്പേ ആയിട്ട് ഹ്യൂമിഡിഫയർ എത്തുന്നതിൻ്റെ മുമ്പേ ആയിട്ട് ഒരു പ്രീ ഹീറ്റിംഗ് കോയിലും ഒരു കൂളിംഗ് കോയിലും
കൂടെ എന്ത് ചെയ്യണം, ഒരുമിച്ച് സപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഒരുമിച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ എന്തായിട്ട് ഉപയോഗിക്കാം, ഇയർ റൗണ്ട് AC ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും ഇയർ റൗണ്ട് AC വർക്ക് ചെയ്യുക? അപ്പോൾ ഇയർ റൗണ്ട് AC വർക്ക് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അതായത് സമ്മർ ആണെന്നുണ്ടെങ്കിൽ, അതായത് വേനൽക്കാലത്താണെങ്കിൽ എന്ത് ചെയ്യും, വേനൽക്കാലത്താണെങ്കിൽ ഇത് എയർ ഫിൽറ്ററിനകത്തൂടെ കയറി വരുന്നു. സമ്മറല്ലേ, സമ്മറാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷനാണ് വേണ്ടത്. അപ്പോൾ കൂളിംഗ് കോയിലും വേണമെങ്കിൽ ഹ്യൂമിഡിഫയറും അതുപോലെ തന്നെ റീഹീറ്റിംഗ് കോയിലും ഫാനും, ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചാൽ ഇതെന്തായി, ഈ പച്ച കളറിൽ ഉപയോഗിച്ച ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചാൽ അത് സമ്മർ AC ആയിട്ട് വർക്ക് ചെയ്യും. ഇനി വിൻ്റർ AC ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, വിൻ്റർ AC ആണെങ്കിൽ നമുക്ക് ഈ കൂളിംഗ് കോയിൽ ഇനാക്റ്റീവ് ആക്കി വെക്കാം. കൂളിംഗ് കോയിൽ എന്ത് വേണ്ട, കൂളിംഗ് കോയിൽ വർക്ക് ചെയ്യണ്ട, പകരം എന്ത് വർക്ക് ചെയ്യിപ്പിക്കുക, നമ്മുടെ ഹീറ്റിംഗ് കോയിൽ വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ അത്രയും ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ കൂളിംഗ് കോയിൽ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്ത് തന്നെയാണ്, കൂളിംഗ് കോയിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ പ്രീ ഹീറ്റിംഗ് കോയിൽ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എന്താണ്, അത് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിൽ സമ്മറിൽ യൂസ് ചെയ്യുന്ന സമയത്ത് സമ്മർ AC ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യണം, നമ്മുടെ ഹീറ്റിംഗ് കോയിൽ ഇനാക്റ്റീവ് ആക്കി വെക്കുക, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുക. വിൻ്റർ എയർ കണ്ടീഷനിങ് ആക്കി വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൂളിംഗ് കോയിൽ ഇനാക്റ്റീവ് ആക്കി വെക്കുക, ബാക്കിയുള്ള സിസ്റ്റംസൊക്കെ കൂടെ വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഇയർ റൗണ്ട് AC ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഇതിൽ 3-ൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും, ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഗർ കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിക്കുക, അതുപോലെ തന്നെ വർക്കിംഗ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ഈ 3 എണ്ണത്തിന് എന്തേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കാവുന്നത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത നമ്മളെ എയർ കണ്ടീഷനിങ് സിസ്റ്റം നിങ്ങൾക്ക് വരച്ച് പഠിക്കാനുള്ളതാണ് സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം, സെൻട്രൽ AC. അതായത് നിങ്ങൾ മാളുകളിൽ, അതായത് അങ്ങനത്തെ ഉള്ള വലിയ വലിയ ബിൽഡിങ്ങുകളിൽ ഒക്കെ നിങ്ങൾ കാണുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് എന്ത്, സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ റൂമിൽ ഉപയോഗിക്കുന്ന AC എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ACക്കകത്ത് നിങ്ങൾക്കറിയാം ഒരു വേപ്പർ കംപ്രഷൻ സിസ്റ്റമാണ്, വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റമാണ് ACക്കകത്തൂടെ വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇവാപ്പറേറ്റർ, കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, പ്രധാനപ്പെട്ട ഈ 4 ഭാഗങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യുന്ന ഒരു റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം, അതാണ് എന്ത്, വേപ്പർ കംപ്രഷൻ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം. ഈ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് ഈ പറയുന്ന AC കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങൾ റൂമിനകത്ത് ഉപയോഗിക്കുന്ന AC ആണെങ്കിൽ എന്താ സംഭവിക്കുക, നിങ്ങളുടെ ആ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ 4 കമ്പോണൻറ്റും എന്ത് ചെയ്യും, കണക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആ 4 കമ്പോണൻറ്റും അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ACനെയാണ് നമ്മൾ നിങ്ങൾ റൂമിൽ ഉപയോഗിക്കുന്ന സാധാരണ AC എന്ന് പറയുന്നത്. പക്ഷേ സെൻട്രൽ ACൻ്റെ പ്രത്യേകത എന്താണ്, സെൻട്രൽ ACക്ക് ഈ കംപ്രസർ എന്ന് പറയുന്നത് ഒരൊറ്റ കംപ്രസർ ആയിരിക്കും കോമൺ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, സെൻട്രൽ ACക്ക് കംപ്രസർ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഒരൊറ്റ കംപ്രസർ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യാണ്, അതിൻ്റെ ഒരു സെൻട്രൽ സ്റ്റേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സെൻട്രൽ റൂം എന്നാണ് പറയുക. ആ സെൻട്രൽ റൂമിനകത്താണ് എന്ത് ചെയ്യാണ്, നമ്മൾ ഈ കംപ്രസർ അതുപോലെ തന്നെ ഇതിനെ തണുപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ആ സെൻട്രൽ റൂമിനകത്താണ് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ തണുത്ത എയറിനെ ഓരോ ഡക്റ്റുകൾ വഴി നമ്മൾ പല പല റൂമുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും. ഇപ്പോൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടലുകൾ, ഇവിടെയൊക്കെ എന്താ ചെയ്യുക, ഇപ്പോൾ ഹോട്ടലുകൾ ഓൾമോസ്റ്റ് ഇല്ല, എന്നാലും പല സ്ഥലങ്ങളിലും ഉണ്ട്. എന്ത് ചെയ്യാണ്, വലിയ വലിയ ബിൽഡിങ്ങുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഡക്റ്റുകൾ അല്ലേ, റൂമിനകത്ത് കൂടിയൊക്കെ പല സിനിമകളിലൊക്കെ കാണാം. അതിനകത്തൂടെയൊക്കെ ഒരാൾക്കൊക്കെ നിരങ്ങി പോകാൻ മാത്രം സ്പേസുള്ള വലിയ വലിയ ഡക്റ്റുകൾ എന്ത് ചെയ്യും, മൊത്തത്തിലുള്ള ആ ഒരു ബിൽഡിങ്ങിലെ എല്ലാ റൂമിനെയും കണക്ട് ചെയ്തിട്ട് ഡക്റ്റുകൾ ഉണ്ടാവും. ആ ഡക്റ്റിൽ ഒരു ഡക്റ്റ് എന്ത് ചെയ്യും, റൂമിനകത്തുള്ള ഹോട്ട് എയറിനെ വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. വേറൊരു ഡക്റ്റ് എന്ത് ചെയ്യും, റൂമിനകത്തേക്ക് കോൾഡ് എയറിനെ സപ്ലൈ ചെയ്യും. കോൾഡ് എയർന്ന് നിർബന്ധമില്ല, കണ്ടീഷൻഡ് എയർ, അതായത് അതിപ്പോൾ ചൂടുകാലാണെങ്കിൽ തണുപ്പ് എയറും തണുപ്പ് കാലാണെങ്കിൽ ചൂട് എയറും ആയിരിക്കും കണ്ടീഷൻഡ് എയർ ആയിട്ട് വേണ്ടി വരിക. അപ്പോൾ നമ്മുടെ കണ്ടീഷൻഡ് എയറിനെ സപ്ലൈ ചെയ്യാൻ ഒരു ഡക്റ്റും അതുപോലെ തന്നെ അൺകണ്ടീഷൻഡ് എയറിനെ അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു ഡക്റ്റും. എന്നിട്ട് ഇതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടീഷൻ ചെയ്യുന്നത് എവിടെയാണ്, ഒരു സെൻട്രൽ റൂമിൽ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇതിനകത്ത്
പ്രധാനമായിട്ട് എന്താ ഉള്ളത്, ഒരു സെൻട്രൽ റൂമും ഉണ്ടാവും, ഒരു കണ്ടീഷൻഡ് റൂമും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിനകത്ത് നിങ്ങൾക്കൊരു വലിയ സ്ക്വയർ കാണാം അല്ലേ, ഒരു വലിയ സ്ക്വയർ കാണാം. ആ വലിയ സ്ക്വയറാണ് നമ്മുടെ സെൻട്രൽ റൂം എന്ന് പറയുന്നത്. ഇപ്പുറത്ത് കാണുന്ന ഒരു ചെറിയ സ്ക്വയറാണ് നമ്മളെ എന്ത് പറയുന്നത്, കണ്ടീഷൻഡ് റൂം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷൻഡ് റൂം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ അവിടെ ഒരു റൂമിലാണ് ഉണ്ടാവുക എന്ന് വിചാരിക്കുക. ആ റൂമിനകത്ത് ഇതിൻ്റെ മേലെ ഭാഗത്തായിട്ട് ഇവിടെ കണ്ടോ 3 ഡക്റ്റുകൾ കാണാം. ഇവിടെ എന്തുണ്ട്, 3 ഡക്റ്റുകളുണ്ട്. ആ 3 ഡക്റ്റുകൾ നോക്കിയാൽ കാണാം, ഒന്നാമത്തെയും മൂന്നാമത്തെയും ഡക്റ്റിനകത്ത് എയറിൻ്റെ ഫ്ലോ എങ്ങോട്ടാണ് നോക്കുക, ഒന്നാമത്തെയും മൂന്നാമത്തെയും ഡക്റ്റിൽ എയറിൻ്റെ ഫ്ലോ റൂമിനകത്തേക്കാണ്. പക്ഷേ അതിൻ്റെ നടുവിലുള്ള ഡക്റ്റിനകത്ത് ഫ്ലോ എങ്ങോട്ടാണ്, റൂമിൻ്റെ പുറത്തേക്കാണ്. റൂമിലുള്ള ഹോട്ട് എയറിനെ എടുത്തുകൊണ്ട് പോകുന്നതാണ് നടുവിലെ ഡക്റ്റ് അല്ലേ. അപ്പോൾ റൂമിനകത്തുള്ള ഹോട്ട് എയർ ഇതുവഴി ഇങ്ങനെ പോയിട്ട് ഇവിടേക്ക് എത്തുന്നുണ്ട്. ഹോട്ട് എയർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതായത് ഹോട്ട് എയർ വലിച്ചെടുത്തിട്ട് ആ ഡക്റ്റ് എങ്ങോട്ടേക്ക് പോയി, നമ്മുടെ ആ ഒരു സെൻട്രൽ സ്റ്റേഷനകത്തേക്ക് പോയി. ഓക്കെ, സെൻട്രൽ സ്റ്റേഷനകത്തേക്ക് പോയി. സെൻട്രൽ സ്റ്റേഷനിൽ നിന്നുള്ള കോൾഡ് എയർ ആണ് എന്ത് ചെയ്യുന്നത്, സെൻട്രൽ സ്റ്റേഷനിൽ നിന്നുള്ള കോൾഡ് എയർ ആണ് ഈ ഒരു ഡക്റ്റിലൂടെ പാസ് ചെയ്തിട്ട് ഒന്നാമത്തെയും മൂന്നാമത്തെയും ഡക്റ്റിൽ കൂടെ റൂമിനകത്തേക്ക് പാസ് ചെയ്യുന്നത് ഏതാണ്, ഈ ഒരു കോൾഡ് എയർ ആണ്, അല്ലെങ്കിൽ കണ്ടീഷൻഡ് എയർ ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് കണ്ടീഷൻഡ് റൂമിനകത്ത് നടക്കുന്നത്. അവിടെ ആകെ എന്ത് മാത്രമേ ഉള്ളൂ, ഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മളെ കണ്ടീഷൻഡ് എയറിനെ സപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ഫൗൾ എയറിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള ഡക്റ്റുകളായിരിക്കും കണ്ടീഷൻഡ് റൂമിനകത്ത് ഉണ്ടാവുക. ഇനി നമ്മൾ സെൻട്രൽ റൂമിനകത്ത് എങ്ങനെയാണ് ഈ ഫൗൾ എയറിനെ കണ്ടീഷൻഡ് എയർ ആക്കി മാറ്റുന്നത്, സെൻട്രൽ സ്റ്റേഷനിൽ അല്ലെങ്കിൽ സെൻട്രൽ റൂമിൽ വെച്ചിട്ട്, അതാണ് നോക്കാനുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക. അപ്പോൾ അതിനകത്ത് നമുക്കൊരു വേപ്പർ കംപ്രഷൻ സിസ്റ്റം പ്രധാനമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾക്കറിയാം. വേപ്പർ കംപ്രഷൻ സിസ്റ്റം ഇവിടെ നിങ്ങൾക്ക് കാണാം കംപ്രസർ അല്ലേ. കംപ്രസറിന് ഒരു മോട്ടർ വർക്ക് ചെയ്യിപ്പിക്കുന്ന കംപ്രസർ ഉണ്ട് അല്ലേ, കംപ്രസർ. അതുപോലെ തന്നെ ഇവിടെ കണ്ടൻസർ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടൻസറിനകത്തൂടെ എന്തുണ്ട്, കോൾഡ് വാട്ടറിൻ്റെ സർക്കുലേഷൻ ഉണ്ട്. കോൾഡ് വാട്ടർ സർക്കുലേഷൻ, കണ്ടൻസർ, ഇതൊക്കെ നമ്മൾ വേപ്പർ കംപ്രഷനിൽ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരു വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ വേണ്ട 4ാമത്തെ പാർട്ട് ഏതാണ്, അത് ഇവാപ്പറേറ്ററാണ് അല്ലേ. നമുക്ക് ഇവാപ്പറേറ്റർ, അത് കഴിഞ്ഞ് കംപ്രസർ, അത് കഴിഞ്ഞ് കണ്ടൻസർ, അത് കഴിഞ്ഞ് എക്സ്പാൻഷൻ വാൽവ്. ഇതാണ് ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ സെൻട്രൽ എ സിക്കകത്ത് നമ്മൾ ഇവാപ്പറേറ്റർ എന്നുള്ളതിന് പകരം അതേ ഫംഗ്ഷൻ തന്നെയാണ്, അതിനെ വേറൊരു പേരിട്ടാണ് വിളിക്കുന്നത്. അതാണ് എന്ത്, ചില്ലർ. ഇവാപ്പറേറ്ററിന് പകരം ഉപയോഗിക്കുന്ന ഭാഗമാണ് എന്ത്, ചില്ലർ. ഈ ചില്ലർ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് വെസലാണ്. ആ ക്ലോസ്ഡ് വെസലിനകത്ത് എന്തുണ്ട്, റെഫ്രിജറൻ്റ് ഉണ്ട് അല്ലേ, റെഫ്രിജറൻ്റ് ഉണ്ട്. അപ്പോൾ റെഫ്രിജറൻ്റ് എന്ത് ചെയ്യും, അപ്പോൾ ഈ റെഫ്രിജറൻ്റ് കോൾഡ് റെഫ്രിജറൻ്റ് ആയിരിക്കും എവിടെ ഉണ്ടാവുക, ഈ ഒരു ചില്ലറിനകത്ത് ഉണ്ടാവുക. ഇവിടെ ഉണ്ടാവുക എന്താണ്, നമ്മൾ കോൾഡ് റെഫ്രിജറൻ്റ് ആണ് ഈ ഒരു ചില്ലറിനകത്ത് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ചില്ലറിനകത്തൂടെ വേറൊരു സർക്യൂട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ചില്ലറിനകത്തൂടെ വേറൊരു സർക്യൂട്ട് പോകുന്നുണ്ട്. ഇതെന്താണ്, ഇത് വാട്ടറിൻ്റെ സർക്യൂട്ടാണ്. ഓക്കെ, വാട്ടറാണ് ഈ ഒരു സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. ഞാൻ കാണിച്ച ഈ ഒരു സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത് എന്താണ്, വാട്ടറാണ്. അപ്പോൾ എന്ത് വാട്ടറാണ്, ചില്ലറിനകത്ത് എന്താ ഉണ്ടാവുക, കോൾഡ് റെഫ്രിജറൻ്റ് ആണ് ഉണ്ടാവുക. കാരണം നമ്മളെ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഭാഗമാണ് ഇവാപ്പറേറ്ററിന് പകരമായിട്ട് ഇവിടെയുള്ള ഭാഗമാണ് ചില്ലർ. അപ്പോൾ ചില്ലറിനകത്ത് എന്താ ഉണ്ടാവുക, കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ കോൾഡ് റെഫ്രിജറൻ്റ് ആണ് ഉണ്ടാവുക. ആ കോൾഡ് റെഫ്രിജറൻറ്റിനകത്ത് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ആ കൂളിംഗ് വാട്ടറിനെ വഹിക്കുന്ന കോയിൽ ആ കോൾഡ് റെഫ്രിജറൻ്റ് അകത്തുകൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ആ കോൾഡ് റെഫ്രിജറൻ്റ് ആ കൂളിംഗ് വാട്ടറിനെ തണുപ്പിക്കും. അങ്ങനെ ആ കൂളിംഗ് വാട്ടർ നേരെ എന്ത് ചെയ്യും, ഈ മേലെ കൂടെ സർക്കുലേറ്റ് ചെയ്ത് വന്നിട്ട് ആ സർക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്താണ് വിളിക്കുന്നത്, ഈ ഒരു ഭാഗമാണ് എന്ത്, എയർ ചേംബർ എന്ന് പറയുന്നത്. എന്താണ്, എയർ ചേംബർ. ഈ എയർ ചേംബറിലേക്കാണ് നമ്മുടെ റൂമിൽ നിന്ന് വന്ന ഫൗൾ എയർ ഈ എയർ ചേംബറിലേക്കാണ് കയറി വരുന്നത്. ഒരു ഫാന് വെച്ചിട്ട്, ഒരു ബ്ലോവർ വെച്ചിട്ട് അതിനങ്ങോട്ട് വലിച്ചെടുക്കും. ഒരു ബ്ലോവർ വെച്ചിട്ട് ഈ ഹോട്ട് എയറിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ എയർ ചാമ്പറിനകത്തേക്ക് വലിച്ചെടുക്കും. എയർ ചാമ്പറിനകത്തൂടെ ഒരു കോയിലുണ്ട്. ആ കോയിലിനകത്തൂടെ എന്തുണ്ട്, കോൾഡ് വാട്ടർ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, തണുത്ത വെള്ളം, ചിൽഡ് വാട്ടർ ഇതാ ഇവിടെ കാണാം നിങ്ങൾക്ക്. ചിൽഡ് വാട്ടർ ആ ഒരു ട്യൂബിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൂമിനകത്തു നിന്നൊക്കെ കളക്ട് ചെയ്ത ഹോട്ട് എയർ അല്ലെങ്കിൽ ഫൗൾ എയർ ഈ ചിൽഡ് വാട്ടർ ക്യാരി ചെയ്യുന്ന ആ കോയിലിൻ്റെ മേലെ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ എയർ
തണുക്കുന്നു, അതിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നു. ആ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് അത് എന്തായി മാറി? അത് കോൾഡ് എയർ ആയിട്ട് മാറി. ആ കോൾഡ് എയർ ആയിട്ട് മാറിയിട്ട് ആ കോൾഡ് എയർ ആണ് എന്ത് ചെയ്യുന്നത്? ആ കോൾഡ് എയർ ആണ് ഈ താഴെ കൂടെ ഇങ്ങനെ പോയിട്ട് നമ്മുടെ റൂമിലേക്ക് 1ാമത്തെയും 3ാമത്തെയും ഈ ഒരു പാസേജിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? റൂമിനകത്തേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇതിലെന്തൊക്കെയാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്നത് എന്താണ്? ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. അതിൻ്റെ ഇവാപ്പറേറ്റർ മാറ്റിയിട്ട് ചില്ലർ എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ചില്ലറും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വാട്ടർ സർക്കുലേഷൻ സിസ്റ്റം ഉണ്ട്. വാട്ടർ സർക്കുലേഷൻ സിസ്റ്റം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു എയർ ചാമ്പറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ എയർ ചാമ്പറിൽ വെച്ചിട്ടാണ് നമ്മുടെ റൂമിനകത്ത് നിന്ന് വലിച്ചെടുക്കുന്ന ഫൗൾ എയറിനെ വീണ്ടും കണ്ടീഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്യും? നമ്മളെ ഡക്റ്റുകൾ വഴി റൂമിലേക്ക് തിരിച്ച് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ സെൻട്രൽ റൂമും കണ്ടീഷൻഡ് റൂമും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് ഒരൊറ്റ കോമൺ സെൻട്രൽ റൂം വെക്കുക, ഒരുപാട് പവറുള്ള കംപ്രസർ ഒരൊറ്റ എണ്ണം വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള കൂളിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് എല്ലാ റൂമിലേക്കും എത്രത്തോളം കൂളിംഗ് എഫക്റ്റ് വേണോ, എത്രത്തോളം ഹീറ്റ് അതിനകത്ത് നിന്ന് വലിച്ചെടുക്കണോ അത്രയ്ക്കും പവർ കൂടിയിട്ടുള്ള ഒരു കംപ്രസർ ഒരു സെൻട്രൽ സ്റ്റേഷനിൽ ഒരൊറ്റ സ്ഥലത്ത് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഉണ്ടാകുന്ന കൂളിംഗ് എഫക്റ്റിനെ ഡക്റ്റുകൾ വഴി കോൾഡ് എയറിനെ റൂമുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന സിസ്റ്റമാണ് സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരെണ്ണം കൂടിയാണ് നമുക്ക് പറയാനുള്ളത്, വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഇത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് അല്ലേ? നമുക്കറിയാം ഇപ്പോൾ വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റം നമ്മൾ എവിടെയില്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വീടുകളിലേക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ അത് സ്പ്ലിറ്റ് AC ആണ്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. അപ്പോൾ സ്പ്ലിറ്റ് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഈ വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ കുറച്ച് അപര്യാപ്തകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഉണ്ടാക്കിയ എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് എന്ത്? സ്പ്ലിറ്റ് AC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വിൻഡോ AC, അതായത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന AC, അതായത് നമ്മളൊരു ചുമര് തുളച്ചിട്ട് വെക്കാറുണ്ട്, ഫിക്സ് ചെയ്യാറുണ്ടായിരുന്നു. ആ AC-യുടെ ഒരു വലിയ ബോക്സ് ആയിരിക്കും, ഒരു വലിയ റെക്ടാങ്കുലർ ബോക്സ് ആയിരിക്കും. ആ ബോക്സിൻ്റെ പകുതി ഭാഗം റൂമിൻ്റെ പുറത്തേക്കും പകുതി ഭാഗം റൂമിൻ്റെ അകത്തേക്കുമായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നടുഭാഗം കൃത്യമായിട്ട് ഹീറ്റിൻ്റെ ഫ്ലോ ഇല്ലാത്ത രീതിയിൽ നടുഭാഗം സീൽ ചെയ്ത് വെച്ചിട്ട് സിമെൻറ്റൊക്കെ വെച്ചിട്ട് അടച്ചിട്ടാണ് ഈ ഒരു AC നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അത് തുറന്നിട്ട വിൻഡോയ്ക്ക് അകത്ത് സെറ്റ് ചെയ്യാറുണ്ട്. തുറന്നിട്ട വിൻഡോൻ്റെ അകത്തേക്കും പുറത്തേക്കും ആയിട്ട് വെക്കുക. അങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വിൻഡോ AC സെറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പണ്ട് കാലത്തൊക്കെ ഉപയോഗിക്കാറുള്ളത് കൊണ്ടാണ് നമ്മളിതിനെ വിൻഡോ AC എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ഓക്കെ, പിന്നെ പല സ്ഥലങ്ങളിലും അത് കുറച്ചുകൂടി ഹൈറ്റിൽ പോയിട്ട് ചുമര് തുളച്ചിട്ട് അകത്തേക്കും പുറത്തേക്കും ആയിട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ളത് എന്താണ്? നമുക്കൊരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. നിങ്ങൾ ഈ IMS ലാബിൽ നിങ്ങൾ ഈ ഒരു വിൻഡോ AC കണ്ടിട്ടുണ്ട്. അതിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് പരിചയമുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ ഒന്ന് നോക്കാം. ഇതൊരു 3D ഫിഗറാണ്. നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് ഈ ഒരു ഫിഗർ ഉണ്ട്. ഞാനിത് കാണിച്ചതിന് ശേഷം മറ്റേത് എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതൊരു റൂമിൻ്റെ വോള് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ പുറംഭാഗം അവിടെ ഒരു പച്ച കളറിൽ കാണുന്നത് എന്താണ്? ഔട്ട്ഡോർ എയർ ആണ്. ഈ റൂമിൻ്റെ ഉൾഭാഗത്തേക്ക് വരുന്നത് എന്താണ്? ഇൻഡോർ എയർ ആണ്. അപ്പോൾ അവിടെ ചുമരിനെ ഒരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒരു റെക്ടാങ്കുലർ ബോക്സ് പകുതി അകത്തേക്കും പകുതി പുറത്തേക്കും ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതിൻ്റെ നടുവിലായിട്ടൊരു സെപ്പറേഷൻ വാൾ ഉണ്ട് അല്ലേ? ഈ ഒരു നീല കളറിൽ ഇവിടെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെപ്പറേഷൻ വാൾ ഉണ്ട്. ആ സെപ്പറേഷൻ വാൾ എന്തിനു വേണ്ടിയിട്ടാണ്? റൂമിനകത്ത് നിന്ന് സർക്കുലേറ്റ് ചെയ്യുന്ന എയർ ഔട്ട്ഡോർ എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരാതിരിക്കാനാണ് ആ ഒരു സെപ്പറേഷൻ വാൾ വെക്കുന്നത്. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ വാളിൻ്റെ റൂമിനകത്തേക്കുള്ള ഭാഗത്ത് എന്തൊക്കെയുണ്ട്? ആ അകത്തേക്കുള്ള ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ബ്ലോവർ ഉണ്ട്. അതുപോലെ തന്നെ ഇവാപ്പറേറ്റർ കോയിലും ഉണ്ട്. ഒരു ബ്ലോവറും ഇവാപ്പറേറ്റർ കോയിലുമാണ് റൂമിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇവാപ്പറേറ്റർ കോയിൽ അല്ലെങ്കിൽ കൂളിംഗ് കോയിൽ എന്ന് പറയും. കാരണം കോൾഡ് റെഫ്രിജറൻറ്റിനെ ക്യാരി ചെയ്യുന്ന കോയിലാണ് ഇവാപ്പറേറ്റർ കോയിൽ. അതുകൊണ്ടാണ് അതിനെ കൂളിംഗ് കോയിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? റൂമിനകത്തുള്ള എയറിനെ എന്ത് ചെയ്യും? വലിച്ചെടുക്കും. റൂമിനകത്തുള്ള ഹോട്ട് എയറിനെ ഇതിനകത്തേക്ക് വലിച്ചെടുക്കും ബ്ലോവർ. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ ഈ കൂളിംഗ് കോയിലിൻ്റെ മേലെ കൂടെ പാസ് ചെയ്തിട്ട് കോൾഡ് എയറായിട്ട് ഈ റൂമിനകത്തേക്ക് സപ്ലൈ ചെയ്യും. അപ്പോൾ റൂമിനകത്തുള്ള ഹോട്ട് എയറിനെ
ബ്ലോവർ അതിനകത്തേക്ക് വലിച്ചെടുക്കുന്നു, എന്നിട്ട് ആ കൂളിംഗ് കോയിലിൻ്റെ മേലെ കൂടെ ആ എയറിനെ പാസ് ചെയ്യിക്കുന്നു. ആ പാസ് ചെയ്യിക്കുന്ന സമയത്ത് ആ എയർ എന്ത് ചെയ്യും, കോൾഡ് എയർ ആയിട്ട് റൂമിനകത്തേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ വരുന്ന വഴി, കൂളിംഗ് കോയിലിനകത്തേക്ക് വരുന്ന വഴിയിൽ അവിടെ ഒരു ഫിൽറ്ററൊക്കെ ഉണ്ടാവും. ആ ഫിൽറ്റർ വെച്ചിട്ട് എയറിനെ ക്ലീൻ ചെയ്തിട്ടാണ് ബ്ലോവർ എന്ത് ചെയ്യുന്നത്, ഇവാപ്പറേറ്റർ കോയിലിൻ്റെ അല്ലെങ്കിൽ കൂളിംഗ് കോയിലിൻ്റെ മേലേക്ക് ഇതിനെ പാസ് ചെയ്യിക്കുന്നത്. അങ്ങനെയാണ് എയറിനെ എന്ത് ചെയ്യുന്നത്, കൂൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബ്ലോവറും പിന്നെ ഈ എക്സ്പാൻഷൻ വാൽവിൻ്റെ ഒരു ഭാഗമൊക്കെയാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ്പാൻഷൻ വാൽവ്. എക്സ്പാൻഷൻ വാൽവിൻ്റെ ഒരു ചെറിയ പാർട്ടുമാണ് നമുക്ക് എവിടെ ഉണ്ടാവുക, നമ്മളെ റൂമിനകത്തേക്കായിട്ട് ഉണ്ടാവുക. ബാക്കിയുള്ള ഭാഗങ്ങൾ, ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലെ ബാക്കിയുള്ള ഭാഗങ്ങളായ കണ്ടൻസർ, കംപ്രസർ എന്ന് പറയുന്ന ഭാഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, റൂമിൻ്റെ പുറത്തെ ഭാഗത്തേക്കായിട്ടാണ് സെറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം കംപ്രസർ, നിങ്ങൾക്ക് കാണാം ഇവിടെ എന്ത് കാണാം, കണ്ടൻസർ കാണാം, കണ്ടൻസർ കോയിൽ കാണാം. അപ്പോൾ കംപ്രസർ, കണ്ടൻസർ, അതുപോലെ തന്നെ കണ്ടൻസറിൻ്റെ ഫാന്, ഇതാ അവിടെ കണ്ടൻസറിൻ്റെ ഫാൻ ഉണ്ട്. കണ്ടൻസറിൻ്റെ ഫാന് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും, റൂമിൻ്റെ പുറത്തേക്ക് ആകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വിൻഡോ എസിനകത്ത് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എങ്ങനെയാണ് ഇവാപ്പറേറ്ററിലേക്ക് കോൾഡ് റെഫ്രിജറൻ്റ് എത്തുന്നത് നിങ്ങൾക്കറിയാം. ആ കോൾഡ് റെഫ്രിജറൻറ്റിൻ്റെ മേലെ കൂടെ എന്ത് ചെയ്യുന്നു, ഈ റൂമിനകത്തുനിന്ന് വരുന്ന ഹോട്ട് എയറിനെ പാസ് ചെയ്ത് വിടുന്ന സമയത്ത് ആ കോൾഡ് റെഫ്രിജറൻറ്റ് ആ ഹോട്ട് എയറിനെ എന്ത് ചെയ്യും, ഹോട്ട് എയറിനകത്തുനിന്ന് ഹീറ്റിനെ വലിച്ചെടുക്കുകയും ആ കോൾഡ് റെഫ്രിജറൻറ്റ് ഇവാപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. ആ ഇവാപ്പറേറ്റ് ചെയ്ത റെഫ്രിജറൻറ്റ് നേരെ എങ്ങോട്ടേക്ക് ചെല്ലും, കംപ്രസറിലേക്ക് ചെല്ലും. കംപ്രസറിൽ ചെന്നിട്ട് അവിടെ കംപ്രസ് ചെയ്യും, അതിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറുള്ള വേപ്പർ റെഫ്രിജറൻറ്റ് നേരെ കണ്ടൻസർ കോയിലിലേക്ക് എത്തുന്നു. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, കണ്ടൻസർ ഫാനിൻ്റെ ഫ്ലോ കാരണം അതിനകത്തുള്ള ഹീറ്റിനെയൊക്കെ അറ്റ്മോസ്ഫിയറിക് എയറിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, പുറന്തള്ളുന്നു. അങ്ങനെ പുറന്തള്ളുന്ന സമയത്ത് കണ്ടൻസർ കോയിലിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഇതിന് ഹീറ്റൊക്കെ പുറത്തേക്ക് പോയിട്ട് തിരിച്ച് കണ്ടൻസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നു. ആ കണ്ടൻസേഷൻ നടന്ന ലിക്വിഡ് റെഫ്രിജറൻറ്റ് നേരെ എന്ത് ചെയ്യുന്നു, എക്സ്പാൻഷൻ വാൽവിൽ എത്തുന്നു. എക്സ്പാൻഷൻ വാൽവിൽ എത്തിയതിന് ശേഷം അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, എക്സ്പാൻഷൻ നടക്കുമ്പോൾ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ കുറയും. പ്രഷറും ടെമ്പറേച്ചറും കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ലോ ടെമ്പറേച്ചർ ലോ പ്രഷറിലുള്ള ലിക്വിഡ് റെഫ്രിജറൻറ്റ് എവിടെ എത്തും, നമ്മുടെ ഇവാപ്പറേറ്റർ കോയിലിൽ അല്ലെങ്കിൽ കൂളിംഗ് കോയിലിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതാണ് ഒരു വിൻഡോ എ സിൻ്റെ വർക്കിംഗ്. അങ്ങനെയാണ് ഇവാപ്പറേറ്റർ കോയിലിലേക്ക് കോൾഡ് റെഫ്രിജറൻറ്റ് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ എയറിനെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൂമിനകത്തേക്കുള്ള കോൾഡ് എയർ കിട്ടുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു 2 ഡയമെൻഷണൽ ഫിഗറിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഈ വാൾ എന്ന് പറയുന്നത് എന്താണ്, അത് റൂമിൻ്റെ വാളാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങോട്ട് വലത്തോട്ടേക്ക് ഒരു ഭാഗവും ഇടത്തോട്ടേക്ക് ഒരു ഭാഗമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവാപ്പറേറ്റർ എവിടെയാണോ അതായിരിക്കും റൂമിനകത്തേക്കുള്ള ഭാഗം, കണ്ടൻസർ എവിടെയാണോ അതാണ് റൂമിന് പുറത്തേക്കുള്ള ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, CR കണ്ടൻസർ ഇതിലെവിടെയുള്ളത്, ഇവിടെയാണ്. അപ്പോൾ ഇതാണ് കണ്ടൻസർ കോയിൽ അല്ലേ. കണ്ടൻസർ കോയിൽ ഇതാണെങ്കിൽ ഇതാണ് എന്ത്, ഈ ഭാഗമാണ് റൂമിൻ്റെ പുറത്തേക്കുള്ള ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അറ്റ്മോസ്ഫിയറിക് എയർ ഇതിനകത്തൂടെ അകത്തേക്ക് കയറുന്നുണ്ട്. ഈ ഫാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അറ്റ്മോസ്ഫിയറിക് എയറിനെ ഇങ്ങനെ പുറത്തേക്ക് വിടുന്നുണ്ട്. പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങൾക്കറിയാം കണ്ടൻസർ കോയിൽ എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ പുറന്തള്ളാനുള്ള സ്ഥലമാണ്. അത് ഫാനിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ഹൈ വെലോസിറ്റിയിലുള്ള എയർ കണ്ടൻസർ കോയിലിനകത്തുനിന്ന് ഹീറ്റിനെ വലിച്ചെടുത്തിട്ടാണ് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി റൂമിനകത്തേക്കുള്ള ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് വരുന്നത്, അങ്ങനെയാണെങ്കിൽ റൂമിനകത്തുള്ള ഈ ഒരു ഭാഗമായിരിക്കും എന്ത്, ഇവാപ്പറേറ്റർ കോയിൽ എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് എന്ത്, ഇവാപ്പറേറ്റർ കോയിൽ അല്ലെങ്കിൽ കൂളിംഗ് കോയിൽ. കൂളിംഗ് കോയിലിൽ എന്താ ചെയ്യുന്നത്, കൂളിംഗ് കോയിലിനകത്തേക്ക് റൂമിനകത്തുള്ള എയർ അകത്തേക്ക് വരുന്നു. റൂമിനകത്തുള്ള എയർ അകത്തേക്ക് വരുന്നു. അത് എന്നിട്ട് സർക്കുലേറ്റ് ചെയ്തിട്ട് കോൾഡ് എയർ ആയിട്ട് പുറത്തേക്ക് വരുന്നു. റൂമിനകത്തുള്ള എയർ എന്ത് ചെയ്യുന്നു, കൂളിംഗ് കോയിലിൻ്റെ മേലെ കൂടെ ബ്ലോവർ വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. അപ്പോൾ പുറത്തേക്ക് വിടുന്നു എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കാണ്, റൂമിനകത്തേക്ക്. ഈ ഒരു ഭാഗമായിരിക്കും എന്ത്, നമ്മുടെ റൂം എന്ന് പറയുന്നത് അല്ലേ. നമ്മളെ കണ്ടീഷൻഡ് സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് റൂമിനകത്തേക്ക് വരുന്ന ഭാഗം കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ കോയിലും അതിൻ്റെ ഫാനും എക്സ്പാൻഷൻ വാൽവും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് വരുന്ന ഭാഗത്തിൽ കംപ്രസറും കണ്ടൻസറുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം എന്ത്, കംപ്രസർ ഇവിടെ ഉണ്ട്, അത് റൂമിന് പുറത്തേക്കുള്ള ഭാഗത്തിലാണ്. ഇനി സെൻട്രലായിട്ടൊരു മോട്ടറുണ്ട്.
അല്ലേ? സെൻട്രലായിട്ടൊരു മോട്ടറുണ്ട്. ആ മോട്ടർ എന്തിനു വേണ്ടിയിട്ടാണ്? ആ മോട്ടറിനകത്തേക്ക് കൊടുക്കുന്ന പവർ ഉപയോഗിച്ചിട്ട് ആ മോട്ടറിൽ നിന്ന് ഒരു ഷാഫ്റ്റ് ഇടതുഭാഗത്തേക്കും വലതുഭാഗത്തേക്കും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇടതുഭാഗത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത ഷാഫ്റ്റ് കണ്ടൻസറിൻ്റെ ഫാനിനെ കറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ വലതുഭാഗത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത ഷാഫ്റ്റ് നമ്മൾ ഇവാപ്പറേറ്റർ ഫാനിനെ അല്ലെങ്കിൽ ആ ഒരു ബ്ലോവറിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് ഉള്ളത്. നമ്മൾ ഇതിൽ കാര്യമായിട്ട് വരുന്നത് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. അപ്പോൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞത് കൊണ്ട് ഇവിടെ കാര്യമായിട്ട് നിങ്ങൾ എന്തുമാത്രം ശ്രദ്ധിച്ചാൽ മതി? ഈ എയറിൻ്റെ സർക്കുലേഷൻ റൂമിനകത്ത് ഈ ഭാഗമാണ് റൂം ഉണ്ടാവുക, ഈ ഭാഗമാണ് റൂം ഉണ്ടാവുക. റൂമിനകത്ത് നിന്ന് വരുന്ന എയർ ഇതുവഴി കയറുന്നു, കൂൾ ചെയ്യുന്നു, ഡീഹ്യൂമിഡിഫൈ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതുവഴി തിരിച്ച് റൂമിലേക്ക് തന്നെ റീസർക്കുലേറ്റ് ചെയ്തു വരുന്നു. അതുപോലെ തന്നെ പുറത്ത് വിടേണ്ട ഹീറ്റ് എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിക് എയർ അകത്തേക്ക് കയറുന്നു, ഇതിനകത്തൂടെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ അതിനകത്തുള്ള ഹീറ്റിനെ വലിച്ച് പുറത്തേക്ക് വിടും. അപ്പോൾ റൂമിനകത്തുള്ള ഹീറ്റിനെ റൂമിന് പുറത്തേക്ക് വിടുക. റൂമിനകത്തുള്ള കോൾഡ് സ്പേസിനകത്തുനിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് റൂമിനെ പുറത്തുള്ള ടെമ്പറേച്ചർ കൂടിയ ഹോട്ട് സ്പേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഹീറ്റിനെ പുറന്തള്ളാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഡിവൈസാണ് എന്ത്? വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ പേര് വരാൻ കാരണം അത് ഒരു തുറന്ന വിൻഡോയിൽ ഫിറ്റ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചുമര് തുളച്ചിട്ട് ഫിറ്റ് ചെയ്യുന്നത് കൊണ്ടോ ഒക്കെയാണ്. അപ്പോൾ ബാക്കിയുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ പക്ക വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു.